ശ്രീ ഗുരുഭ്യോ നമഃ. സാധക സംഗമം 2024 ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ക്യാമ്പിലുടനീളം നമ്മൾ സാധനയുടെ കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി പഠിക്കുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ സമയങ്ങളിൽ എല്ലാവരും അവരവരുടെ മൊബൈലുകൾ സൈലൻ്റ് ആക്കി വെച്ച് സഹകരിക്കണം. നമ്മുടെ സാധക സംഗമം 2024 വിളക്ക് തെളിച്ച് ഗുരുക്കന്മാരുടെ മുമ്പിൽ വിളക്ക് തെളിക്കുന്നതിലേക്ക് വേദിയിലേക്ക് വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജി അമൃതരാജ്, ചീഫ് എഡിറ്റർ, കുരുക്ഷേത്ര പ്രകാശൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആചാര്യൻ ജയൻ പായിപ്ര, ആചാര്യ ശ്രീമതി കൃഷ്ണപ്രിയ ജയൻ, ഡോക്ടർ വി എസ് പ്രദീപ്, ശ്രീ വിദ്യാധരാജ വിദ്യാഗുരുകുലം പൊതുകാര്യദർശി ശ്രീമതി പി പി രമ വേദിയിലേക്ക് വന്നു ജലിപ്പിക്കുന്നതിനായി ശ്രീ ജി അമൃതരാജനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഗുരുജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. സംഗച്ഛത്വം സംവദത്വം സംഭോമനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സംജാനാനാ ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനി സമാനം മനസഃ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന ഭോഗവിഷാ വിഭൂമി സമാനീവ ആഗോതി സമാനാ ഹൃദയാനിവ സമാനമസ്തു മനോ യഥാവസ്തു സഹാസതി. പ്രാർത്ഥനയ്ക്കായി ശ്രീ വിദ്യാ ടിവിയെ ക്ഷണിക്കുന്നു. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദ്ഗുരും തം നമാമി. ധ്യായാമ്യാത്മപ്രദീപം പരമഗുരുവരം പൂജ്യവിദ്യാധിരാജം വിസ്തീർണോത്തുംഗഭാലം സ്മിതരുചിരമുഖം ഭസ്മധൂലംഗരാഗം
ഗുരവേ നമഃ. ഓം ശ്രീ വിദ്യാധിരാജ ഗുരവേ നമഃ. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിന് ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലം ഗുരുനാഥയായിരിക്കുന്ന ശ്രീമതി കൃഷ്ണപ്രിയ ജയനെ ക്ഷണിക്കുന്നു. ഗുരുപരമ്പരയ്ക്ക് നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തികൾക്കും നമസ്കാരം. ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലം നടത്തുന്ന സാധക സംഗമം ഇവിടെ ഇന്ന് തുടങ്ങുകയാണ്. ഭാരതത്തിൽ ജ്ഞാനദീപത്തിൻ്റെ തിരി തെളിഞ്ഞിട്ടുള്ളത് ഗുരുകുലങ്ങളിൽ നിന്നാണ്. നമുക്ക് മുൻപേ നടന്നുപോയ ഇതിഹാസ പുരുഷന്മാരായ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഗുരുകുല സന്താനങ്ങളായിരുന്നു. ഗുരുവില്ലാതെ ഒരു വിദ്യയും ആർക്കും തെളിഞ്ഞിട്ടില്ല. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപ ന ഗുരോരധികം ജ്ഞാനം തസ്മൈ ശ്രീ ഗുരവേ നമ എന്നാണ് ശിവപ്രോക്തം. ശങ്കരാചാര്യ സ്വാമിക്ക് ശേഷം കേരളം കണ്ട യോഗിവര്യനാണ് വിദ്യാധിരാജനായ ശ്രീ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ജ്ഞാനപാരമ്പര്യം ഉൾക്കൊണ്ട് സുബ്രഹ്മണ്യ സമ്പ്രദായം സ്വാമികളുടെ നിർദ്ദേശപ്രകാരം ആധ്യാത്മിക വിദ്യകൾ അഭ്യസിക്കുന്ന ഒരു ഗുരുകുലമാണ് ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലം. ഇന്നത്തെ ഈ സാധക സംഗമത്തിന് ദീപം തെളിയിച്ച് ചട്ടമ്പി സ്വാമികൾ സിദ്ധഗുരുവും ചരിത്രശില്പിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്താൻ എത്തിയിരിക്കുന്നത് ശ്രീ അമൃതരാജാണ്. അദ്ദേഹത്തിൻ്റെ ജനനം ചെങ്ങന്നൂരിലാണ്. മലയാള സാഹിത്യം, ജേർണലിസം എന്നിവയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് അദ്ദേഹം. ഇപ്പോൾ UGC അംഗീകാരത്തോടെ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ മലയാള പുസ്തക പ്രസാധനത്തിൻ്റെ ചരിത്രത്തിൽ ഗവേഷണം നടത്തുന്നു. DC ബുക്സ് എഡിറ്റോറിയൽ സമിതിയിൽ സീനിയർ എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുരുക്ഷേത്ര പ്രകാശനിൽ ചീഫ് എഡിറ്ററായി പ്രവർത്തിക്കുന്നു. നാടകവും സ്ത്രീവിമോചനവും അലങ്കാരവും കവിതയും ഏറനാടിൻ്റെ ഇതിഹാസം, ശ്രീ അയ്യപ്പനും വെളുത്തച്ഛനും, ചരിത്ര യാഥാർത്ഥ്യവും കെട്ടുകഥയും എന്നിവ സ്വന്തം രചനകളാണ് അദ്ദേഹത്തിൻ്റെ. പല ഹിന്ദി, ഇംഗ്ലീഷ് കൃതികളുടെയും പരിഭാഷയും പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഭാരതീയ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ഫോക്ക് കഥാസമാഹാരമായ വിശ്വസാഹിത്യ ചൊൽക്കഥകൾ, അതിന് 12 വാല്യം 12,000 പേജ്, DC ബുക്സ് 2012 നടത്തിയ 2012 എന്ന ബൃഹത് സമാഹാരത്തിൻ്റെ സമാഹർത്താവും എഡിറ്ററും ആയിരുന്നു. ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള ആധികാരികമായ പ്രഭാഷണം നടത്താൻ എത്തിയിരിക്കുന്ന ശ്രീ അമൃതരാജനെ ഗുരുപരമ്പരയുടെ പേരിൽ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സാധക സംഗമത്തിൽ ഭാഷണം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ശ്രീ VS പ്രദീപാണ്, നമ്മളുടെ പ്രദീപേട്ടൻ. സ്വന്തമായി ഷിപ്പിംഗ് കമ്പനി നടത്തുന്ന അദ്ദേഹം എറണാകുളത്തെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ്. ഹോമിയോപ്പതി ഡോക്ടറാണ്, MBA ബിരുദധാരിയാണ്, LLB-കാരനുമാണ്. ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ പൂർണ്ണ ദീക്ഷിതനാണ് അദ്ദേഹം. എറണാകുളത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സേവനം ലഭിച്ചിട്ടുണ്ട്. ഭൗതിക വിഷയങ്ങളിലും തന്ത്ര വിഷയങ്ങളിലും വേദാന്തത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് അപാരമാണ്. ഗുരുകുലത്തിൻ്റെ ആദ്യ പരിപാടിയായ ചട്ടമ്പി സ്വാമി വിവേകാനന്ദ സമാഗമ അനുസ്മരണ സഭ എറണാകുളത്തപ്പൻ്റെ കൂത്തമ്പലത്തിൽ വച്ച് അവിടെ നടന്നത് എറണാകുളത്തപ്പൻ്റെ സ്നേഹം പ്രദീപ് എന്ന വ്യക്തിയിലൂടെ നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹമാണ്. സ്വഗുരുവിൻ്റെ കൂടെയുള്ള എൻ്റെ ഗുരുകുലവാസം എനിക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിട്ടുള്ളത്, ഊർജമാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം എറണാകുളത്ത് 2 വ്യക്തിത്വങ്ങൾ എൻ്റെ ആത്മവിശ്വാസത്തിന് കരുത്തും ശക്തിയും നൽകിയിട്ടുണ്ട്. അതിലൊന്ന് എറണാകുളത്തപ്പനാണ്. അദ്ദേഹം ദർശനവും വേണ്ടുന്ന കാര്യത്തിനുള്ള പരിഹാരവും നൽകുന്നുണ്ട്. അടുത്തത് പ്രദീപേട്ടനാണ്. ദർശനം, സ്പർശനം, ഭക്ഷണം എന്നിവ നൽകി വേണ്ടുന്ന പ്രചോദനം നൽകുന്നു. സ്പർശനം കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. പലരെയും നോട്ടം കൊണ്ടും സ്പർശനം കൊണ്ടും രോഗഗ്രസ്തരായ രോഗികളെ അവർക്ക് രോഗമുക്തി നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വലിയ സ്നേഹത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. മാതൃസ്നേഹം
അത് പുരുഷനിൽ നിന്ന് ലഭിക്കുന്നത് വളരെ വിരളമാണ്. അത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശ്രീ VS പ്രദീപിനെ സ്നേഹാദരങ്ങളോടെ ഗുരുപരമ്പരയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലത്തിൻ്റെ ആചാര്യൻ ശ്രീ ജയൻ പായിപ്ര, സുബ്രഹ്മണ്യ സ്വാമിയുടെ ദണ്ഡായുധ പാണി, വെട്രിവേൽ മുരുകൻ്റെ സമ്പ്രദായത്തിൽ അനുഭവവും അനുഗ്രഹവും ലഭിച്ച നമ്മുടെ ഗുരുനാഥനാണ്. ചെറുപ്പം മുതൽ ചട്ടമ്പി സ്വാമി പരമ്പരയിൽ ദീക്ഷ സ്വീകരിച്ച് ശ്രീവിദ്യ പൂർണ്ണ ദീക്ഷ ലഭിച്ച അദ്ദേഹം രാഷ്ട്രസേവന പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനവും ചെയ്തിട്ടുണ്ട്. യോഗശാസ്ത്രത്തിലും റേക്കി ശാസ്ത്രത്തിലും പ്രാവീണ്യം നേടിയ ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. ജീവന്റെ പരമമായ ലക്ഷ്യം മോക്ഷമാണ്. അത് സമാധിജ്ഞാനത്തിലൂടെ ലഭിക്കുന്നു. സമാധിയിൽ ഈശ്വരനും അനുഭവിക്കുന്നത് ബോധത്തെയാണ് അഥവാ ശിവത്തെയാണ്. ഈശ്വരൻ സമാധിയിൽ അനുഭവിക്കുന്നതിനെ നിങ്ങൾക്കും അനുഭവിക്കാം എന്ന പരമസ്വാതന്ത്ര്യത്തിൻ്റെ ഉപാസന വഴി നമ്മളെ അറിയാൻ പ്രാപ്തരാക്കുന്ന ഈ പരമ്പരയുടെ ഇപ്പോഴത്തെ ആചാര്യനാണ് അദ്ദേഹം. മഹാവാക്യങ്ങളിലൊന്നായ നീ അതുതന്നെയാണ് എന്ന് നമ്മെ ഉറപ്പിച്ച് പഠിപ്പിക്കുന്ന നമ്മുടെ ഗുരുനാഥനെ ഈ സദസ്സിൽ സ്നേഹാദരങ്ങളോടെ ഗുരുപരമ്പരയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. മനുഷ്യനോളം ഭൂമിക്കും പ്രകൃതിക്കും ദ്രോഹവും ദുരിതവും ഉണ്ടാക്കുന്ന മറ്റു ജന്തുവർഗങ്ങളില്ല. ഭൗതിക തലത്തിലും ആധ്യാത്മിക തലത്തിലും നീചദേവതാ ഉപാസന മുതൽ ജ്ഞാനദേവതകളെ പോലും കർമ്മദുരിതമുണ്ടാക്കി ആധ്യാത്മിക മണ്ഡലത്തെ അശുദ്ധമാക്കുന്ന, പൊള്യൂഷൻ നടത്തുന്ന, അങ്ങനെയാക്കുന്ന രാക്ഷസ ബുദ്ധിയാണ് ഇപ്പോൾ ഓരോരുത്തർക്കും. ചിത്തശുദ്ധിയുള്ള ഒരു സാധകന്റെ ശുദ്ധസങ്കല്പം ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു കാലഘട്ടമാണിത്. ഭൂമി സർവം സഹയായി നിൽക്കണമെന്നില്ല. വരാൻ പോകുന്ന ദുരിത കാലഘട്ടം കണ്ട് ഗുരുക്കന്മാരുടെ നിർദ്ദേശത്താൽ പലരും ഈ മഹാവിപത്തിനെ മാറ്റാനായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഗുരുകുലത്തിനും അത്തരം കാര്യങ്ങളിലൂടെ, ആധ്യാത്മിക സാധനയിലൂടെ സ്വന്തം തപസ്സിൻ്റെ ഒരു ഭാഗം ലോകഹിതത്തിനായി നൽകേണ്ടതുണ്ടെന്നുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഭോഗർ ഗുരുനാഥൻ്റെയും നിർദ്ദേശങ്ങൾ ഇവിടെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. വേദിയിലിരിക്കുന്ന ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലത്തിൻ്റെ സമിതിയുടെ പൊതുകാര്യദർശി ജനറൽ സെക്രട്ടറി ശ്രീമതി PP രമയെയും സ്നേഹാദരപൂർവ്വം ഗുരുപരമ്പരയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. 2 ദിവസത്തെ ഈ ജ്ഞാനയജ്ഞത്തിന് പങ്കുചേരാനെത്തിയ, യജ്ഞഹവിസാകാൻ ആയി തീരാനെത്തിയ ഗുരുകുലാംഗങ്ങളെയും മറ്റ് മഹത് വ്യക്തികളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയെ സാബൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളത്തപ്പനെയും ഗുരുകുലത്തിൻ്റെ രക്ഷയും സുരക്ഷയും ചെയ്തുകൊണ്ടിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെയും അഖില ഗുരുക്കന്മാർക്കും സമ്പ്രദായ ദേവതകൾക്കും സ്നേഹാദരങ്ങളോടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയ ഗുരുനാഥൻ ജയൻ പായിപ്രയെ ക്ഷണിക്കുന്നു. നമ്മളൊരു അധ്യക്ഷ ഭാഷണം നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് ഔദ്യോഗികതകൾ തീരെ ഇല്ലാത്ത ഒരു കാര്യക്രമമാണ് നമ്മൾ സാധാരണ നടത്തുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ വേറെ ഉള്ളതുകൊണ്ട് ഇതിൽ പ്രഭാഷണം നടത്താൻ ശ്രീ ജി അമൃതരാജിയെ ക്ഷണിക്കുന്നു. പത്നിനീലേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം ഓം സ്തുതാമയാ വരദാ വേദമാതാ പ്രചോദയന്താം പാവമാനീ ദ്വിജാനാം ആയുഃപ്രാണം പ്രജാം പശും കീർത്തിം ദ്രവിണം ബ്രഹ്മവർച്ചസം മഹ്യം ദത്വാ വ്രജത ബ്രഹ്മലോകം. ഓം അഗ്നേമയസ്സുപധാരായേ അസ്മാൻ വിശ്വാനി ദേവവൈനാനി വിദ്വാൻ യോധ്യസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ഠാന്തേ നമ ഉക്തിം വിധേമ. ഓം
വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന അഭിനന്ദ്യ ആചാര്യൻ ജയൻ പായ്പാചാര്യൻ, അതുപോലെ കൃഷ്ണ ചേച്ചി, അഭിനന്ദനായ പ്രതിവേട്ടൻ ചേച്ചി, എല്ലാവർക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഈ സാധക സംഗമത്തിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയുടെ ഭാഗമായത്. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഗുരുകുലത്തിൻ്റെ നിങ്ങളിങ്ങനെ ഒന്നിച്ച് ശുഭ്രവസ്ത്രധാരികളായി ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ അവിടെ ഹൃദയം തുറന്ന് സംവദിക്കാൻ പറ്റുന്ന ഒരവസരത്തിൽ ഇവിടെ ഒത്തുകൂടുന്നു എന്നുള്ളത്, അതിലൊരു പങ്കാളിയാവുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഞാൻ ഈ ഗുരുകുലത്തെ പറ്റി ഞാൻ നേരത്തെ തന്നെ വളരെ കാലം മുമ്പ് ഞാനത് ചേട്ടനോട് പറയായിരുന്നു. ചേട്ടനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ കൃത്യമായ സാധനയുള്ള അന്വേഷണ ബുദ്ധിയുള്ള ഒരാളെന്ന നിലയിൽ റേക്കി മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ. പിന്നെ ഞാൻ അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ ചില പ്രഭാഷണങ്ങൾ കേട്ടത്. എനിക്ക് വളരെ അത്ഭുതമാണ് സത്യത്തിൽ ഈ ചില കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ കൃത്യതയും. ഇപ്പോൾ രണ്ട് പ്രഭാഷണം കേട്ടതിനകത്ത് എനിക്ക് വളരെ ഫീൽ ചെയ്തൊരു സംഗതി ഞാൻ അത് തന്നെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. താന്ത്രികർക്ക് ജ്ഞാനം വേണം എന്ന് പറയുന്ന ഒരുപക്ഷെ കേരളത്തിലെ ഏക ഗുരു അദ്ദേഹമായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം അവരുടെ ആ കൈക്രിയക്കകത്ത് പരമേശ്വരൻ ആവാഹിച്ച് നിർത്തിയിരിക്കുകയാണ്, പുള്ളി എന്തും ചെയ്യാമെന്നുള്ളൊരു അഹങ്കാരത്തിലാണ് പലപ്പോഴും ചെയ്യുന്നത്. അതല്ല, താന്ത്രികനും കൗളനുമൊക്കെ ഇച്ചിരി ജ്ഞാനം വേണം. ആ ജ്ഞാനപദ്ധതി ഇല്ലെങ്കിൽ ഈ പരിപാടിയെല്ലാം വെറുതെ ആയിപ്പോകും എന്ന് പറയുന്ന ഏക ഗുരു അദ്ദേഹമാണ്. അതിന് എൻ്റെ പ്രത്യേക പാദ നമസ്കാരം. കാരണം ഒരുപാട് മനുഷ്യന്മാർ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പേര്. കാരണം ജ്ഞാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ജ്ഞാനവിദ്യയുമായി ഏത് കർമ്മത്തിലും ജ്ഞാനമില്ലാത്ത ഏത് കർമ്മവും വെറും കർമ്മകലാപമായി പോകത്തുള്ളൂ. അത് നിരന്തരം ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ ധർമ്മപ്രവർത്തനം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഈ സവിധത്തിൽ ഇങ്ങനെ ഒന്ന് ഹൃദയം തുറന്നെന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്നു എന്നത് വലിയൊരു കാര്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, സാധക ശിബിരം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ആധ്യാത്മിക പാരമ്പര്യത്തിൽ വലിയ ചരിത്രമുള്ള ഒന്നാണ്. വിശേഷിച്ചും ഭഗവാൻ ചട്ടമ്പസ്വാമി തിരുവടികളുടെ നാമധേയത്തിൽ നമ്മളിവിടെ ആധ്യാത്മവിദ്യയെക്കുറിച്ച് ചിന്തിക്കുകയും അനുശീലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു കൂട്ടായ്മയിൽ അത് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഭഗവാന്റെ പാരമ്പര്യത്തിൽ പൈതൃകത്തിലുള്ള ഒരു മഹാഗുരു 1809 ജനിച്ച് 1852 53 സമാധി അടഞ്ഞ ഒരു മഹാഗുരു ഒരു വലിയ ഒരു ശിബിരം നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയ അത്ഭുതകരമായ ഒരു ശിബിരമായിരുന്നു. ഇതുപോലെ സാധന ശിബിരമാണ്. അദ്ദേഹം ഗ്രാമാന്തരങ്ങളിൽ ചെന്നിട്ട് ആണിനെയും പെണ്ണിനെയും ഓരോ ആണുങ്ങളോടും പറഞ്ഞു, പെണ്ണുങ്ങളെയും കൂട്ടി വരണം, നമുക്ക് ഒരിടത്ത് ഇരിക്കാം. അത് ഒരു 30 ദിവസമാണ്. ആ 30 ദിവസം അദ്ദേഹം ആളുകളെ കൂട്ടി അവിടെ അദ്ദേഹം പ്രാണായാമം അഭ്യസിപ്പിച്ചു. ആ സാധുക്കളാണ്, ചാന്നാമാരുടെ അടുക്കലാണ് അദ്ദേഹത്തിൻ്റെ പണിയെടുത്തത്. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക വേല ചെയ്യുകയായിരുന്നു. പണ്ട് നസ്രത്തിലെ ഗുരുനാഥൻ ഒരു സാധാരണ മുക്കുവത്തെരുവിലൂടെ പോകുമ്പോൾ പറഞ്ഞില്ലേ, വിളവോ കൂടുതൽ വേലക്കാരോ കുറവ്, കൂടുതൽ വേലക്കാരെ അയച്ചു തരാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് യേശുദേവൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ജഗദീശ്വരന് വേണ്ടി പണിയെടുക്കാൻ ഒരുപാട് വേലക്കാരിവിടെ ആവശ്യമുണ്ട്. കാരണം അതുപോലെ വേല കിടക്കുകയാണ്, ഒരുപാട് വേലക്കാരെ ആവശ്യമുണ്ട്. അങ്ങനെ വേല ചെയ്യണമെന്ന ബോധ്യമുള്ള ഒരു മഹാൻ ഓരോ ഗ്രാമത്തിലേക്ക് ചെന്നാണ് ആണിനെയും പെണ്ണിനെയും, ആണിനോട് പറഞ്ഞ് നിന്റെ പെണ്ണിനോട് ഒത്തുവരണം എന്നാണ്. അതാണ് ആ സാധക ശിബിരത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ ഓരോ ഗ്രാമത്തിലും അദ്ദേഹം സംഘടിപ്പിച്ചു, ചാന്നാന്മാരെ സംഘടിപ്പിച്ചു. ആ സംഘടിപ്പിച്ച ഓരോ മനുഷ്യരും എന്നിട്ട് പറഞ്ഞു, പ്രാണായാമ പദ്ധതി ഉൾപ്പെടെ ഈ മഹാബ്രഹ്മവിദ്യയുടെ എല്ലാ വശങ്ങളും, അതിൻ്റെ സാധനയും അതിൻ്റെ താന്ത്രിക ആധ്യാത്മിക വിഷയങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് നിങ്ങളുടെ ഗ്രാമത്തിൽ ചെന്ന് പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കണം. ഇങ്ങനെ പരമ്പരയായിട്ട് ഇങ്ങനെ ഒരിടത്തും ഇങ്ങനെ പടർന്നാണ് അയ്യാ വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്ന മഹാമനുഷ്യൻ്റെ 1932 അദ്ദേഹത്തിൻ്റെ സമത്വ സമാജം എന്ന മഹാപദ്ധതി രൂപം കൊള്ളുന്നു. നമുക്കറിയാം, അദ്ദേഹത്തിൽ നിന്ന് ഒരു ഈ ചട്ടമ്പസ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും അദ്ദേഹത്തിൻ്റെ തൈക്കാട്ട് അയ്യാവ് സ്വാമികളും ഒക്കെ ഊർജ്ജം സ്വീകരിച്ചെങ്ങനെയാണ് ചരിത്രത്തിൽ അറിയും. തൈക്കാട്ട് അയ്യാവ് വൈകുണ്ഠസ്വാമികളെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ചപ്പോൾ അതിൻ്റെ ജയിലറായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പം ഈ പാരമ്പര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സാധക ശിബിരത്തിൻ്റെ പേര് തുവയൽ പന്തി എന്നായിരുന്നു. അത് വലിയ പ്രാധാന്യമുള്ളതാണ്. പലപ്പോഴും അയ്യാ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആ തുവയൽ പന്തി എന്ന ക്യാമ്പിൻ്റെ ആ സാധന സംഗമത്തിൻ്റെ ഒരു ചരിത്രപരമായ ഒരു പ്രാധാന്യം പലപ്പോഴും പഠിക്കാറുണ്ട്. അത് വലിയ 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 സംഗതിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രപരമായ സ്വാധീനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട്, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
അപ്പോൾ അവർക്കിടയിലുള്ള, അതായത് ഈ സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യമായി എല്ലാവർക്കും അറിയാവുന്ന വിഷയത്തിനാണ് ഞാൻ അതിലെ കൂടുതൽ നടക്കുന്നത്. ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ അദ്ദേഹമാണ്. അവിടെ ഉലകമുണ്ട്, ജാതിയുണ്ട്, മതമുണ്ട് എന്ന് പറഞ്ഞ് ആദ്യമായി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന സങ്കല്പം എല്ലാം കൊണ്ടുവന്ന അദ്ദേഹമാണ്. അത് വലിയൊരു മഹാഗുരുവായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ പണി 1803 തുടങ്ങുമ്പോൾ പഴയ നാഗർകോവിൽ ജില്ലയിലെ 49% ആളുകൾ ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നു. ആ റിപ്പോർട്ടൊക്കെ നമുക്കിന്ന് കിട്ടാറുണ്ട്, CSI റിപ്പോർട്ടുകൾ, അത് ഇവിടുന്ന് അങ്ങോട്ട് അയച്ച റിപ്പോർട്ടുകൾ. നമ്മൾ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത് മുഴുവൻ ക്രിസ്ത്യനൈസ് ചെയ്യേണ്ടതായിരുന്നു. ഒരു കണ്ടാഗ്രസീതൻ എന്നാണ് ആ വാക്ക്. ഒരു നശിച്ച അവിശ്വാസിയായ മുത്തുക്കുട്ടിസ്വാമി എന്ന് പറയുന്ന ഒരു ചാടി വീണ് അവൻ വിഷ്ണുവിൻ്റെ ധർമ്മത്തിലേക്ക് ആളുകളെല്ലാം കയറ്റുകയാണ്. അങ്ങനെ നമ്മുടെ മതപരിവർത്തന ശ്രമം തടഞ്ഞു നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു സംഗതിയാണ് ഈ സാധക ശിബിരം. ഓർക്കണം, അത്രത്തോളം ചരിത്ര പ്രാധാന്യമുണ്ട്. അല്ലാതെ കേവലം അവിടെ എന്താ പറഞ്ഞ് നിസ്സാര കാര്യമല്ല. അവർ വിശ്വസിക്കുന്ന ഒരു ഇതുണ്ട്. കാരണം അതിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ വ്യത്യാസമുണ്ട് വിവേകാനന്ദ പാറയിലേക്ക്. ഈ വിവേകാനന്ദ പാറയിൽ നിന്നാണ് ഒരു മഹായോഗി ഊർജ്ജം ഉൾക്കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ചത് നമുക്കറിയാം. അവിടെ പോയി തപസ്സിൽ വിവേകാനന്ദ പാറ എന്ന പേര് വരാൻ തന്നെ കാര്യം വിവേകാനന്ദ സ്വാമി അവിടെ പോയിരുന്നാണെന്നറിയാം. സ്വാമി വിവേകാനന്ദന് ഈ ബോധ്യം കിട്ടിയത്, ഈ തലപ്പാവ് ഉൾപ്പെടെ കിട്ടിയത് ഈ അയ്യാവൈകുണ്ഠൻ്റെ സന്നിധിയിൽ നിന്നാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ അല്ലാതെ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെ ആകാം. കാരണം ഈ ഇന്ത്യ മുഴുവൻ നടന്ന മഹായോഗികളെ കണ്ടും പഠിച്ചുമൊക്കെയാണല്ലോ ഓരോ യോഗിയും അവൻ്റെ ഊർജ്ജം ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ അത്രത്തോളം ആ പാരമ്പര്യത്തിൽ നിന്നാണ്, ഈ തെക്കേ ഇന്ത്യൻ സിദ്ധ പാരമ്പര്യത്തിൽ നിന്നാണ് ഈ പറഞ്ഞ ഒരുപാട് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ ആ പാരമ്പര്യത്തെക്കുറിച്ച് മറ്റുമാണ് ഇത് സംസാരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഈ സാധക ശിബിരം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് അന്യോന്യം അറിയാനും, ഇപ്പോൾ ആശാൻ്റെ ഒരു വരിയുണ്ട്, മഹാവി ആശാൻ്റെ ഒരു വരിയുണ്ട്, വെവ്വേറെ മോക്ഷമാർജിപ്പിൻ ഒന്നായി ചേർന്നത് കാക്കുവിൻ എന്നൊരു വരിയുണ്ട്. മോക്ഷമാർജിക്കേണ്ടത് ഒന്നിച്ചാണ്. കാരണം എൻ്റെ പ്രാരബ്ധാരബ്ധ കർമ്മങ്ങളെല്ലാം തീർത്ത് ഈശ്വരനോട് ബന്ധപ്പെടേണ്ടത് എൻ്റെ ഒരു വഴിക്കാണ്. എൻ്റെ പണിയാണ് അതിലെടുക്കുന്നത്. അതിനകത്തൊരു ഞാൻ ഉണ്ട്, സംശയമൊന്നും വേണ്ട. കാരണം എൻ്റെ പ്രാരബ്ധമാണ് തീരുന്നത്. അതിൽ തീർന്നിട്ടാണ് നമ്മളെല്ലാം ആകുന്ന ആ സമുദ്രത്തിൽ എന്താ അഖിലം ഞാനിതെന്ന വഴി എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പം പക്ഷെ പണി തുടങ്ങേണ്ടത് എൻ്റെ ആ പേഴ്സണൽ ഇതിൽ നിന്ന് തന്നെയാണ്. അത് പലപ്പോഴും മറന്നു പോകുന്നതാണ്. ഞാൻ കണ്ട ആ വീഡിയോയിൽ വളരെ കൃത്യമായി ജയചേട്ടൻ അത് പറയുന്നുണ്ട്. കാരണം ഈ വേദാന്തികൾ പലപ്പോഴും ഉണ്ടാകുമ്പോഴേയാണ് ഞാൻ ബ്രഹ്മമാണെന്നാണ് പറയുന്നത്. പിന്നെ വേറെ രക്ഷയൊന്നുമില്ല. പിന്നെ വരെ ആരും രക്ഷപ്പെടുത്താൻ ഒരു രക്ഷയില്ല. ഞാൻ ബ്രഹ്മമാണ്. അത് പിന്നെ പറയാൻ ലോകത്തെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ബ്രഹ്മമാണ്. എൻ്റെ പണിയെടുക്കാനും അത് തിരിച്ചറിയാനുമാണ് താമസം തരുന്നത്. പണിയെടുക്കേണ്ടത് നന്നായി പണിയെടുക്കണം. ആ പണി എടുത്ത ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടി നമ്മുടെ മമത്വം കൃത്യമായി ഞാൻ എന്താണെന്ന ബോധ്യം തിരിച്ചറിയാനും സമൂഹത്തോട് നമ്മെ ബന്ധിപ്പിക്കാനും അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരത നാരായണമേ നമ്മ ഓരോ നിമിഷവും ബോധ്യപ്പെടാനും ഒക്കെ നമ്മെ ഈ ഇത്തരം കൂട്ടായ്മ സഹായിക്കും. അതുകൊണ്ട് വിശേഷിച്ചും ചട്ടമ്പിസ്വാമി തിരുവടികളുടെ നാമധേയത്തിൽ നടക്കുന്ന ഈ കൂട്ടായ്മ അതുകൊണ്ടൊക്കെ ഇതിൻ്റെ ഭാഗമാകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചരിത്രപരവും വേദാന്തപരവും ഒക്കെയായ വലിയ പ്രാധാന്യങ്ങളുണ്ട്. എനിക്ക് തന്നിരിക്കുന്ന വിഷയം സിദ്ധഗുരുവും ചട്ടമ്പിസ്വാമി തിരുവടികൾ സിദ്ധഗുരുവും ചരിത്രശില്പിയും എന്നതാണ്. തീർച്ചയായും നമുക്ക് ഒരു കോൺട്രാസ്റ്റിൽ നോക്കുമ്പോൾ വളരെ കോൺട്രഡിക്ടറി ആയ ഒരു സ്വഭാവം അതിനുണ്ട്. ഞാൻ ഈ വിഷയത്തെ ആദ്യം ഒരു സോഷ്യോളജിക്കലായിട്ട് അപഗ്രഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളെല്ലാം സാധകരാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് സോഷ്യോളജി ഒരു താല്പര്യമില്ലായിരിക്കാം ഒരു പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ സോഷ്യോളജിക്കലായ ഒരു അപ്രോച്ച് എടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ആളുകൾ സോഷ്യോളജിക്കൽ ഒരു ജ്ഞാനപരമായ ഒരു സംഗതി എടുക്കാറില്ല. അത് എടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം ഈ ചരിത്രത്തിൽ ഒട്ടും മാർക്ക് കിട്ടാത്ത ഒരാളാണ് സിദ്ധഗുരു എന്ന് പറഞ്ഞത്. കാരണം സിദ്ധഗുരു വലിയ കാര്യമില്ല. വിപ്ലവകാരിയായ ഗുരു എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം. നമ്മൾ അപ്പോഴേ കസര കിട്ടുള്ളൂ. സിദ്ധഗുരു വലിയ കാര്യമല്ല. കാരണം സിദ്ധഗുരു വിപ്ലവകാരിയായാലും അംഗീകരിക്കുന്ന ഒരു വലിയ ജ്ഞാന പരിസരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു സിദ്ധഗുരുവിനെ നമ്മൾ അംഗീകരിക്കത്തില്ല. അദ്ദേഹം ജീവിതം കൊണ്ട് നമുക്കൊക്കെ എന്തോ ചെയ്താൽ നമ്മുടെ ഇരുന്നിരുന്നിരുന്ന് ജഗദീശ്വരനെ തെറി പറഞ്ഞ് ചന്തിക്ക് ചൊറി പിടിച്ചാൽ ആ ചൊറി മാറ്റിത്തന്നാലും നമ്മൾ സിദ്ധഗുരുവിനെ അംഗീകരിക്കത്തില്ല. ബട്ട് ഈയിടെ KN കുഞ്ഞമ്മദിന് മാതൃഭൂമി ആഴ്ചപ്പത്തിൽ ഒരാൾ കത്തെഴുതിയപ്പോൾ ആയുർവേദത്തെ നിങ്ങൾ ബ്രാഹ്മണ്യമെന്ന് പറയല്ലേ, കാരണം നടുവേദന ഉണ്ടായ ഏറ്റവും നല്ല ചികിത്സ അതല്ല, കോട്ടയ്ക്കൽ പോയി തിരുമേണ്ടതാണ്, അതുകൊണ്ട് ആയുർവേദമെങ്കിലും ബ്രാഹ്മണ്യമെന്ന് പറയല്ലേ എന്ന് ഒരു രസികൻ മാതൃഭൂമിയിൽ കത്തെഴുതി. ഞാനതാലെ എന്നാലും നമ്മൾ സിദ്ധഗുരുക്കന്മാരെ അംഗീകരിക്കത്തില്ല. പോട്ടെ, അവർ പക്ഷേ വിപ്ലവകാരിയായാലും അംഗീകരിക്കും. ഈ വിപ്ലവകാരി എങ്ങനെ ആവും? ഈ ഒരു പട്ടം എങ്ങനെ കിട്ടും? അത് നമ്മൾ കൊടുക്കുന്ന കുറേ ക്രൈറ്റീരിയനിൽ അദ്ദേഹം ചെക്ക് ലിസ്റ്റ് കിട്ടിയാലും മാത്രമേ നമ്മൾ കിടത്തുള്ളൂ. ഞാൻ ആ ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് നോക്കാൻ ശ്രമിക്കുന്നത്. ഈ ചരിത്രശില്പി എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ചരിത്രശില്പി, ഒരു എപ്പോക് മേക്കറായ ഒരു ചരിത്രശില്പി ആരാണ്? എങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തുന്നത്? അപ്പോൾ നമ്മളെല്ലാവരും പറയും ഭഗവാൻ ചട്ടമ്പിസ്വാമികൾ ചരിത്രശില്പിയായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം ചരിത്രശില്പിയാവുന്നത്?
ഭഗവാൻ ശ്രീനാരായണൻ ചരിത്രശില്പിയായിരുന്നു. എങ്ങനെയാണ് ചരിത്രശില്പിയാവുന്നത്? ഈ ചരിത്രശില്പി എന്ന് പറയുമ്പോൾ അതിനൊരു ക്രൈറ്റീരിയൻ്റെ ആവശ്യമാണ്. എങ്ങനെയാണ് അതിൻ്റെ വിലയിൽ നമ്മൾ മാർക്കിടുന്നത്? എനിക്ക് തോന്നുന്നു സാമൂഹ്യ പ്രതിസന്ധികളിൽ കാലാകാലങ്ങളിൽ മനുഷ്യൻ്റെ കാരണം ചരിത്രം ഇങ്ങനെ ഒഴുകുകയാണ്, മനുഷ്യൻ ഇങ്ങനെ ഒഴുകുകയാണ്. എത്രയോ ഭിന്നരുചിത ലോകം, ഓരോ മനുഷ്യനും വെവ്വേറെയാണ്. പക്ഷെ നമ്മുടെ ജീവിതം ഇപ്പം നമ്മളിവിടെ ഒരാളിൻ്റെ ഒരു 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 ഉടന്തടിക്കൽ മതി ഈ ഇത്രയും സംഗതി തകർന്ന് തരിപ്പണമായി പോകും. അത്രത്തോളം നമ്മൾ ഒന്നാണ്. അതേസമയം നമ്മളെല്ലാം വ്യത്യസ്തനുമാണ്. ഈ വ്യത്യസ്തരായിട്ടിരിക്കുകയും ഈ ഒന്നാവുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത ഏകമായി ഇരിക്കുകയും അതേസമയം ഈ എല്ലാമായി ഇരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം കൂട്ടായ്മയിലോ അസ്തിത്വത്തിലുമാണ് ജഗദീശൻ നമ്മളെ എത്തിച്ചിരിക്കുന്നത്, നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ടാണ് വി ആർ കണ്ടംപ്റ്റഡ് ടു ബി ഫ്രീ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാർത്തൊക്കെ പറഞ്ഞു. നമ്മൾ സ്വതന്ത്രരാകാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു, അതേസമയം സ്വതന്ത്രരാകാൻ പറ്റത്തുമില്ല. ഇങ്ങനത്തെ ഒരവസ്ഥയാണ്. ഇപ്പം ഞാൻ ആരെങ്കിലും ഒരാൾ മതി ഈ ഇത്രയും ഒരു സമ്മേളനത്തെ ഇത്രയും നമ്മൾ വളരെ ഏകാഗ്രവും വളരെ ഭക്തിപൂർവ്വം സംഘടിപ്പിക്കുന്ന ഈ സംഗതി നശിപ്പിക്കുക. അതാണ് ഏകമായ ഒന്നിൻ്റെ അവസ്ഥ, ഒരു സാധ്യതയും അതിൻ്റെ എല്ലാ സംഗതി അതാണ്, സ്വഭാവം അതാണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചരിത്രത്തിൽ നമ്മൾ ഇതിനെ കാണേണ്ടത്, ഈ വിഷയത്തെ കാണേണ്ടത്? ചരിത്രത്തിൽ നമ്മൾ ചരിത്ര ശില്പികളെ സംബന്ധിച്ച് പറയാറുണ്ട്, ഒഴുകുന്ന ഈ മനുഷ്യ പ്രവാഹത്തെ, അതിൻ്റെ കാലാകാലങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങളെ, അതിൻ്റെ പ്രോബ്ലംസിനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതിൻ്റെ ആ ഒഴുക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെയാണെന്ന് സാമാന്യനെ നമുക്ക് പറയാം. ഒരു ചരിത്ര ശില്പി രൂപം കൊള്ളുന്നത്, ഒരു എപ്പോക്ക് മേക്കർ രൂപം കൊള്ളുന്നത്, ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് സോഷ്യോളജി പഠിക്കുന്നത്. സോഷ്യോളജി പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഇപ്പോൾ മാർക്സിസ്റ്റ് സമീപനം എന്ന് പറയുന്നത് കാലമാണ് ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്നത്, ആ വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവും ഇപ്പോൾ ഗാന്ധി ഉണ്ടായെങ്കിൽ ഗാന്ധിയെ സൃഷ്ടിച്ചത് ആ കാലമാണ്, ചരിത്രമാണ്, സമൂഹമാണ്. സമൂഹത്തിൽ മറിച്ച് മറ്റു പലരും പറഞ്ഞു ഗാന്ധിയുടെ പ്രതിഭ കൊണ്ടാണ് ഗാന്ധിയായത്. ഈ രണ്ട് വാദങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചട്ടമ്പിസ്വാമിയെ കുറിച്ച് പരിശോധിക്കുമ്പോഴോ ഗാന്ധിയെ ആരെക്കുറിച്ച് പരിശോധിച്ചാൽ ഇത് വ്യക്തിനിരപേക്ഷമായ ഒരു സമീപനമാണ്. ആരെക്കുറിച്ചാണെങ്കിലും നമുക്ക് മനസ്സിലാകും നമ്മുടെ സിദ്ധാന്തം അനുസരിച്ച്, ഭാരതീയമായ ധർമ്മസിദ്ധാന്തം അനുസരിച്ച് ഇത് രണ്ടും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. കാലം വ്യക്തിയെ സൃഷ്ടിക്കുന്നു, വ്യക്തി കാലത്തെയും സൃഷ്ടിക്കുന്നു. തീർച്ചയായും വ്യക്തി കാലത്തിൻ്റെ സൃഷ്ടിയാണ് ഗാന്ധി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, സ്വന്തം കാലത്തെ ഗാന്ധിയും തിരിച്ചു സൃഷ്ടിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റ് ഭാഷ പറഞ്ഞ ഒരു വൈരുദ്ധ്യാത്മക ബന്ധം, ഒരു ഇൻട്രാക്റ്റീവായിട്ടുള്ള ഒരു ബന്ധമാണ് രണ്ടും തമ്മിലുള്ളത്. മഹാമനുഷ്യന്മാരെല്ലാം അവരുടെ കാലം സൃഷ്ടിച്ചവരാണ്. തീർച്ചയായും അദ്വൈത ചിന്താ പദ്ധതി നൂറ്റാണ്ടുകൾക്ക് മുമ്പായിരുന്നു ചട്ടമ്പിസ്വാമി എഴുതിയിരുന്നതെങ്കിൽ ഈ ഭാഷയായിരിക്കില്ല, വേറൊരു ഭാഷയായിരിക്കും. ഈ കാലത്തിന് വേണ്ടിയാണ് ഈ ഭാഷ എഴുതിയത്. പിള്ളക്കാലം എഴുതുന്നത് ഈ കാലത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് വേദാന്തി എന്ന് പറയുന്ന സംശയമൊന്നും വേണ്ട. വ്യാസന്റെ കാലത്തെ വേദാന്തി ഈ വേദാന്തി തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഒറ്റ പ്രത്യയശാസ്ത്രമാണ് നമുക്കറിയാം. ഒറ്റ ജ്ഞാനമീമാംസയാണ് അവരെ നയിക്കുന്നത്. പക്ഷെ കാലത്തിനനുസരിച്ച് അവർ ഉപയോഗിക്കുന്നത്, കാലവുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, ഇതൊക്കെ വ്യത്യാസം വരും. ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതറിയാൻ വയ്യാത്തവരാണ് ശങ്കരൻ്റെ അദ്വൈതവും ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്വൈതവും രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കാലത്ത് ഇപ്പം നമ്മുടെ ശിവഗിരിയിലൊരു സ്വാമിയുണ്ട്, മടിയിൽ കനമില്ലാത്തത് കൊണ്ട് മാത്രം പറയാൻ പേടിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ പേടി വരേണ്ടതാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ശങ്കരൻ്റെ അദ്വൈതവും അങ്ങനെ എനിക്ക് മനസ്സിലാവും. റദർഫോർഡിൻ്റെ കെമിസ്ട്രിയും എൻ്റെ കെമിസ്ട്രിയും വ്യത്യാസവും എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രതിവേട്ടൻ ഹോമിയോ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹോമിയോ സിദ്ധാന്തം ഹനുമാൻ്റെ സിദ്ധാന്തവും വ്യത്യാസവും. പ്രയോഗ പദ്ധതിയിൽ എന്തെങ്കിലും വ്യതിരിക്തത ഉണ്ടായതിൻ്റെ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ ഉള്ളൂ, അല്ലാതെ വ്യത്യാസം വരാൻ പറ്റത്തില്ലല്ലോ. ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സയൻസ്, അതിൻ്റെ സാധനം. പക്ഷേ ഇദ്ദേഹം പറയുന്ന വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, അത് തപ്പി നോക്കേണ്ടതാണ്. അപ്പോൾ ഒരു എപ്പോക്ക് മേക്കർ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു, ഒരു വിഷയത്തിൽ ഒരു ചരിത്ര സന്ധിയിൽ വന്ന് ജനിച്ച് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്ത് മനുഷ്യരാശിയെ മുന്നോട്ട് നയിക്കുന്നതിനുള്ളതനുസരിച്ചാണ് ഒരു ചരിത്ര പുരുഷനുണ്ടാവുന്നത്. എൻ്റെ പ്രശ്നം അവിടെയല്ല, ഇദ്ദേഹം എങ്ങനെയാണ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് 2-3 തലത്തിലേ ഉണ്ടാവുള്ളൂ. ലോകത്തെവിടെയും 2-3 തലത്തിലെ ഈ വിഷയം പരിഹരിക്കാനൊക്കെ. ഒന്നില്ലെങ്കിൽ നിലനിൽക്കുന്നതിനെ സമ്പൂർണ്ണമായി തകർക്കുക. നമ്മൾ വിഗ്രഹ പഞ്ചകൻ ഇക്കണോക്ലാസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. മുഴുവൻ തകർക്കുക. അല്ലെങ്കിൽ എന്താ, കുറച്ച് തകർത്തിട്ട് പഴയതിനെ കുറച്ചെടുത്ത് പുതിയതിനോട് ചേർക്കുക. അല്ലെങ്കിൽ സമ്പൂർണ്ണമായും പുതിയ ഓർമ്മ അവതരിപ്പിക്കുക. ലോകത്ത് ഇന്നേ വരെ ഞാനതിലേക്ക് കൂടുതൽ വിശദാംശത്തിലേക്ക് പോയി, ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയി സോഷ്യോളജി പഠിച്ചിട്ടുണ്ട്. പൂർണ്ണമായും തകർത്ത് ഏതാണ്ട് പുതിയത് വെക്കാമെന്ന് വിശ്വസിക്കുന്ന 2-3 കൂട്ടരുണ്ട്. ഒരു കൂട്ടരുടെ പേര് ഞാൻ പറയാൻ കമ്മ്യൂണിസ്റ്റുകാരെന്നാണ്. ലോകത്ത് അവർ ചേർന്നിട്ടല്ല, ഞാൻ ഇത് രാഷ്ട്രീയം പറയാലോ, ഇത് ചരിത്ര സത്യമാണ്, ചരിത്ര യാഥാർത്ഥ്യം, ചരിത്ര ഹിസ്റ്റോറിയോഗ്രാഫിയാണ് പറയുന്നത്. അവരുടെ വാദം എന്ന് പറയുന്നത് മുഴുവൻ സപ്പോർട്ടേഴ്സ് ചെയ്തിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കിയെടുക്കുക. ലോകത്തെങ്ങും വിജയിച്ചിട്ടില്ല എന്നുള്ള മറ്റൊരു വിഷയം. ലോകത്തെങ്ങും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റഷ്യൻ ഓർത്തഡോക്സ് സഭയെ തകർക്കാനുള്ള ഗംഭീരമായ ശ്രമങ്ങൾ നടത്തിയെങ്കിലും റഷ്യൻ ഓർത്തഡോക്സ് സഭ ഇന്നും അതിൻ്റെ ധ്യാന പദ്ധതികളിലൂടെയും മതപദ്ധതികളിലൂടെയും ഒക്കെ നിലനിൽക്കുന്നു. അവരത് മുന്നോട്ട് പോകും.
അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അവരുടെ വാദം അതാണ്, തകർക്കുക, പുതിയതുണ്ടാക്കുക. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഇപ്പം ഇവിടെയാണ് നമ്മൾ ഒരു വിവേകാനന്ദ വചനം നമുക്ക് ഓർമ്മ വെക്കേണ്ടി വരും. ഞാനിത് പറയുന്നത് മുഴുവൻ ഒരു വിഷയത്തിലേക്ക് വരാനാണ്. ചട്ടമ്പിസ്വാമി ഏത് തരത്തിലുള്ള ചിന്തകനായിരുന്നു എന്ന് അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ്, നേരം ഒരുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു വിവേകാനന്ദ വചനമുണ്ട്: ഞാൻ ഒന്നിനെയും തകർക്കാൻ വന്നവനല്ല, ഞാൻ വിഗ്രഹഭഞ്ജകനല്ല, ഞാൻ ഉള്ളതിനെ പുതുക്കിയെടുക്കാൻ മാത്രമാണ് ഈ പണിയെടുക്കുന്നത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ ബാക്കിയാണ് പ്രസിദ്ധമായ വചനം: ഞാൻ ഒരു ഹിന്ദുവിനെ കൂടുതൽ നല്ല ഹിന്ദുവാക്കാനും, ഒരു ക്രിസ്ത്യാനിയെ കൂടുതൽ നല്ല ക്രിസ്ത്യാനിയാക്കാനും, ഒരു ഇസ്ലാമിനെ കൂടുതൽ നല്ല ഇസ്ലാമികനാക്കാനുമാണ് ഞാൻ പരിശ്രമിക്കുന്നത് ജഗദീശ്വരന് വേണ്ടി എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇത് വേറൊരു പ്രവർത്തനമാണ്. നമുക്കറിയാം, ഇത് വേറൊരു പ്രവർത്തനമാണ്. ഇത് ഈ പറയുന്ന ഉഡായിപ്പ് വാചാടോപത്തിൻ്റെയും വാചകവടിയുടെയും കുറേ ഈ വയറിളക്കി വിപ്ലവകാരിതയുടെയും പണിയല്ല. ഇത് നിലവിലുള്ള വസ്തുതയെ അടിസ്ഥാനപരമായി തിരിച്ചറിയണം ആദ്യം. എങ്കിലേ ആ ആചാര്യന് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ. ഇന്ന രീതിയിൽ നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിൽ ഇന്ന ദോഷമുണ്ട്, ഇന്ന ഗുണമുണ്ട് എന്ന് പറയാൻ പറ്റും, അല്ലേ? മറ്റേത് എളുപ്പം, തല്ലി പൊട്ടിക്കാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഏത് വിവരദോഷിക്കും ഏത് എംബോക്കിക്കും എളുപ്പമാണ് ചെയ്യും, ഒരു പാടുമില്ല. പക്ഷെ മറ്റേത് ചില പണിയാണ്. നാട് നീളം നടന്ന് പഠിക്കണം. അതുകൊണ്ടാണ് 10-15 വർഷം ഈ മനുഷ്യൻ തേരാപ്പാര തെണ്ടി നടന്ന ഇന്ത്യ മുഴുവൻ. അങ്ങനെ നടന്ന് പഠിച്ചിട്ടുള്ള ആളുകളുടെ തലത്തിലാണ് അവരുടെ കുലത്തിലാണ് ചട്ടമ്പിസ്വാമി രൂപം കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ വിപ്ലവകാരി എന്ന് പറയുന്ന ഒരു ലേബലുകൾ എത്രത്തോളം അദ്ദേഹത്തിന് യോജിക്കും എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഞാൻ ഇവിടെ അന്വേഷിക്കാൻ പോകുന്നത് ഈ തകർക്കൽ കൂട്ടിച്ചേർക്കൽ അനുപാതം എത്രത്തോളം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് പോകും. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകവും ഓരോ സാധനവും എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുള്ള സമയം നോക്കുള്ളൂ. നമുക്ക് മനസ്സിലാകും എന്താണ് നമ്മൾ ഈ ശിബിരത്തിൽ നമ്മളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ എന്തെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഈ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ആ ഒരു സംവാദമായിട്ട് ഇതിനെ മാറ്റാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ തകർക്കൽ ചേർക്കൽ അനുപാതം അദ്ദേഹം എത്രത്തോളം പഴയതിനെ തകർത്തിട്ടുണ്ട്, എത്രത്തോളം പുതുക്കിയിട്ടുണ്ട്, എത്രത്തോളം പുതുക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു, ജീവിതത്തിൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് ആലോചിക്കണം. 1900 രൂപപ്പെടുമ്പോൾ, അതായത് 20-ാം നൂറ്റാണ്ട് രൂപപ്പെടുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ജനിച്ച് ഈ നൂറ്റാണ്ടിൻ്റെ 24-28 വരെ ജീവിച്ച മനുഷ്യൻ എന്തൊരവസ്ഥയിലാണ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഭാരതീയമായ നമ്മുടെ നാടൻ സാധനങ്ങൾ മുഴുവൻ തെറ്റ് എന്ന് പറഞ്ഞ പാശ്ചാത്യ വിദ്യാഭ്യാസവും പാശ്ചാത്യ വ്യവസ്ഥയും ഇവിടെ വേരൂന്നുന്ന കാലത്താണ് സ്വാമി ജീവിച്ചത്. പാശ്ചാത്യ വിദ്യാഭ്യാസം പഠിച്ച് ഓരോ മനുഷ്യനും ഈ കേരളത്തിൽ അവൻ്റെ അപ്പനപ്പൂപ്പന്മാരും അമ്മാവന്മാരും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ജീവിച്ച സംഗതികളിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ മനുഷ്യൻ ജീവിച്ചു. ഇയാൾ എങ്ങനെ ജീവിച്ചു നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരു പുതിയാണ്ട് കൊടുത്ത് അപ്പോൾ ആ വേഷം തന്നെ കാലവിരുദ്ധം. വിപ്ലവകാരിത ഒന്നുമില്ലായിരുന്നു അതിനകത്ത്, പഴഞ്ചൻ വേഷമായിരുന്നു. വിപ്ലവകാരിത ഒരു വെള്ളം കൊണ്ട് കൊടുത്ത് ഒരു വെള്ളത്തോർത്ത് മാത്രമേ അദ്ദേഹത്തിനുള്ളായിരുന്നു. അപ്പോൾ വേഷം തന്നെ കാലവിരുദ്ധം. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഗ്രാമാന്തരങ്ങളിൽ നടക്കുക മാത്രമല്ല ഓരോ വീട്ടിലും കയറിച്ചു. പട്ടിക്കും ആടിനും കുഞ്ഞിനും യാതൊരു ഭേദവും ഇല്ലായിരുന്നു എന്നാണ് തിരുവനന്തപുരത്ത് എന്ന് പറയുന്നത്. കാരണം പട്ടി എവിടെയും കയറിച്ചില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏത് വീട്ടിലും എവിടെയും കയറിച്ചു. ഇതൊക്കെ അവിടുത്തെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ ഒരുപാട് അത്ഭുതങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുള്ളൂ. അത്ഭുതം പറയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഈ ജീവിത ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ വ്യക്തമായി പഠിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈന്ദവതയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു ചിത്രമെഴുത്ത് കെ.എം. വർഗീസ്. നമുക്കറിയാം, കഴിഞ്ഞ പരിപാടിയിൽ ശ്രീമാൻ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സ്വാമിയെക്കുറിച്ച് ഏറ്റവും നല്ല ഒരു പിക്ചർ, ഒരു വാങ്മയ ചിത്രം നമുക്ക് മുന്നിൽ അവശേഷിപ്പിച്ചിരിക്കുന്നത്. സ്വാമിക്ക് 6 അടി നീളം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഏക വിവരണം അദ്ദേഹത്തിൻ്റെതാണ്. ഈ കൂടെ നടന്ന് അദ്ദേഹം അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു, പാമ്പിനെ എടുത്ത് ദേഹത്ത് ചുറ്റി, അങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി അദ്ദേഹത്തെക്കുറിച്ച് നേരാമണ്ണം എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പോലും നേരാമണ്ണം എടുത്തു വെച്ചിട്ടില്ല. അതൊക്കെ പറഞ്ഞു വരുമ്പം സങ്കടമാണ്. അതുപോട്ടെ, ഈ പറഞ്ഞു തരുന്നതിന് നമ്മുടെ സ്വാമിയായിരുന്നു, എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ അമ്മ കൊടുത്ത പുഴുക്ക് കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നിടത്താണ് ഏറ്റവും എല്ലാവർക്കും സന്തോഷം. അല്ലാതെ അദ്ദേഹം ചെയ്ത പണി കൃത്യമായിട്ട് എടുക്കുകയും ഇപ്പം ജയചന്ദ്രനൊക്കെ ചെയ്യുന്ന പോലെ ആ ക്രിയകൾ കൃത്യമാക്കി അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനും ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ ഈ ചിത്രമെഴുത്ത് കെ.എം. വർഗീസ് നമുക്കറിയാം ഒരുപാട് നന്നായിട്ടൊക്കെയുള്ള ആശയ സമരങ്ങളെക്കുറിച്ചും ഞാൻ കടക്കുന്നില്ല. വലിയ 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 സമരങ്ങൾ നടത്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ആണ്ടിപ്പിള്ള മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന അന്നത്തെ ഒരു കൊല്ലം മജിസ്ട്രേറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നു. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ആ താമസിക്കുന്നിടത്ത് ഇയാൾ സംസാരിക്കുമ്പോൾ കൊണ്ട് കാലം മുഴുവൻ കുറേ ഉറുമ്പ് വന്ന് പൊതിയുന്നു. ആ ഉറുമ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ പോകുന്നു. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞതാണ് എൻ്റെ ഇത്. അല്ലാതെ എനിക്ക് ആ അത്ഭുതത്തിനകത്തല്ല സംഗതി. എനിക്കതൊരിക്കലും ആവിഷ്കരിക്കാൻ ഒക്കത്തില്ല. അതിലേക്ക് എത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിലേക്കുള്ള എപ്പിസ്റ്റമോളജി, ജ്ഞാനമീമാംസ,
നിങ്ങൾ ജ്ഞാനമീമാംസ ഞാൻ പറയാൻ കാര്യം, നിങ്ങളിവിടെ ഒരുപാട് ഇങ്ങനെ കൈ പൊക്കുമ്പോൾ ഭസ്മം വീഴുന്നുണ്ട്, നിങ്ങളുടെ എടുക്കുക. എനിക്കതുകൊണ്ട് എന്താ ഗുണം? ഒരു ഗുണമില്ല. എൻ്റെ പ്രാരബ്ധം ഒഴിവാക്കി ജഗദീശനോട് ബന്ധപ്പെടാൻ എനിക്ക് എന്തെങ്കിലും കൊണ്ട് കഴിയുമെങ്കിൽ ഗുണം. ഇല്ലെങ്കിൽ നിങ്ങളൊരു അഭ്യാസം, നിങ്ങളെ ആളുകളെ ശ്രദ്ധിക്കും. എൻ്റെ വിഷയം ജ്ഞാനമാണ്. എന്ത് ജ്ഞാനം? എന്നെ എൻ്റെ ദോഷങ്ങൾ മാറ്റി ജഗദീശനോട് ബന്ധിപ്പിച്ച് എന്നെ ഈ കാണുന്നത് സത്തയിൽ നിന്ന് കുറച്ചുകൂടെ നല്ല സത്തയാക്കാനുള്ള ഒരു പ്രക്രിയ അതിനകത്തുണ്ടോ, നിങ്ങൾക്ക് തരാനുണ്ടോ? അത് മാത്രമേ എന്നെ നിങ്ങളോട് ബന്ധിപ്പിക്കുന്നുള്ളൂ. അല്ല നിങ്ങളുടെ അഭ്യാസമൊക്കെ നിങ്ങളെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, വേനസ്വാമി പറഞ്ഞു അഷ്ടൈശ്വര്യ സിദ്ധി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? നിന്റെ യാത്രയെല്ലാം പ്രയോജനപ്പെടും, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമില്ലാന്ന് ഭഗവാൻ രാമകൃഷ്ണൻ പറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ പണി കാണിക്കുന്ന സംഗതിയോട് നമുക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അതിൽ രണ്ടാമത് പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വർഗീസേ, ഇതെല്ലാം ഒറ്റ മനസ്സാണ്. നമ്മൾ ഈ മനസ്സുമായി നമ്മുടെ ഒരു പ്രപഞ്ച മനസ്സായി കഴിയുമ്പോൾ ഈ ജീവിയൊക്കെ നമ്മൾ പറയുന്ന പേര് പേടിപ്പിക്കാത്തവന് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഈ ചട്ടമ്പിസ്വാമിയുണ്ട്. ഈ ചട്ടമ്പിസ്വാമി ഒരു ചട്ടമ്പിസ്വാമിയാണ്. ഈ ചട്ടമ്പിസ്വാമി ഓരോ വീട്ടിലും ചെന്ന് ഇത് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചവരാണ്, അല്ലാതെ എവിടെയെങ്കിലും നിന്ന് പുസ്തകം എഴുതിയ ആളല്ല. ഈയിടെ ഒരു ചങ്ങാതി പറഞ്ഞു, പുസ്തകം അങ്ങനെ എഴുതിയിട്ടില്ല സ്വാമി ശ്രീനാരായണ ഗുരു. ഞാൻ രണ്ടുപേരെ മഹാഗുരുക്കന്മാരാണ്, ഋഷി പരമ്പരയുടെ മലയാളികളുടെ അഭിമാനമാണ് ഈ രണ്ട് ഗുരുക്കന്മാർ. പക്ഷേ ഈ രണ്ടുപേരെ നമ്മളിങ്ങനെ ഈ മാറ്റി എടുക്കുന്ന ഈ ഒരു നായരീരവ തർക്കമുണ്ട്. അതിൻ്റെ ചില ദോഷങ്ങളാണ് പറഞ്ഞത്. അത് വീണ്ടും കൂടെ പറയേണ്ടതുണ്ട്, അത് പറയാതെ പൂർണ്ണമാകും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. രണ്ട് മഹാഗുരുക്കന്മാരാണ്. പക്ഷെ ഒരാൾക്ക് പറഞ്ഞു പുസ്തകത്തിൻ്റെ കാര്യമില്ല, സ്വയം പുസ്തകമാകുമായിരുന്നു. ഞാൻ എൻ്റെ വേദോപനിഷത്തുകളുടെ അല്ലെങ്കിൽ എൻ്റെ ഇതിഹാസങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല, കേട്ട് പരിചയിച്ച മഹാഋഷി പരമ്പര എൻ്റെ മുന്നിൽ പ്രത്യക്ഷമാകുമായിരുന്നു സ്വാമി കടന്നു ചെല്ലുമ്പോഴല്ല. അതാണ്, അത് ജീവിച്ച ചരിത്രമാണ്. ഇങ്ങനെ ഓരോ വീട്ടിലും ചെന്നു. ഇപ്പോൾ ഞാൻ ഈയിടെ വായിച്ചത് നല്ല രസകരമായ സംഗതി, ഈയിടെ വായിച്ച പന്മന KP ശാസ്ത്രികൾ എന്ന് പറഞ്ഞു. ഇത് കേരളം നമ്മൾ മനസ്സിലാക്കേണ്ട. ഏതെങ്കിലും ഒരു തറവാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ഗൃഹനാഥ് മുമ്പളച്ചെങ്കുമ്പോഴോട് മാത്രമല്ല പറഞ്ഞത്, ഇതാ വീട്ടിൽ അടിച്ചെടുക്കാരി അമ്മമാരോട് അദ്ദേഹം പറയുമ്പോൾ എന്ത് നമ്മളെ ഒഴിഞ്ഞ ഇന്ന രീതി വേണം ചെയ്യാൻ, അത് വാദമിട്ട കർമ്മങ്ങൾക്ക് ഇന്ന രീതിയിലാണ് ഗുണമാകുന്നത്. ഇങ്ങനെ അമ്മമാരോടുള്ളൂ. ഇനി വൈകിട്ട് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, അത് ഇങ്ങനെ ചെയ്യണം, അതിനകത്ത് ഇന്ന മന്ത്രം ജപിക്കണം. ഇങ്ങനെ പറഞ്ഞാണ് പടിക്കൽ സാറിൻ്റെ ഭാഷ പറഞ്ഞാൽ ആലുവായ്ക്ക് തെക്കോട്ട് സ്വാമി പോയില്ല, വടക്കോട്ട് പോയില്ല. അതുകൊണ്ട് ആലുവ വരെ കേരള നവോത്ഥാനത്തിൻ്റെ തുടക്കവും കൊണ്ടു, പിന്നീടാണ് അങ്ങോട്ട് പോയത്. അതിൻ്റെ തുടക്കം ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സ്വാമി ആലുവാപ്പുഴ കടക്കാഞ്ഞുകൊണ്ടാണ് കണ്ണൂരിൽ ഇപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങളൊക്കെ. കടന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം നേരത്തെ തന്നെ പരിഹരിക്കട്ടെ, സംശയം വേണ്ട. ഓരോ വീട്ടിലും ചെന്ന് ഓരോ ഗൃഹാന്തരീക്ഷത്തിലും നടത്തിയ ഒരു ആധ്യാത്മിക വിപ്ലവമുണ്ട്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നു പന്മന KP ശാസ്ത്രികൾ ഈ നമ്മുടെ പന്മനയിലെ ആശ്രമത്തിൽ അവസാന കാലത്ത് അദ്ദേഹം കൊണ്ട് താമസിപ്പിക്കുമ്പോൾ കുമ്പളശങ്കുപിള്ള പറഞ്ഞു, കുറേ കുട്ടികളെ KP ശാസ്ത്രികളൊക്കെ കുട്ടികളാണ്. എന്നിട്ട് പറഞ്ഞു, ഈ സാമ്യപ്പൂപ്പന് എല്ലാ ദിവസവും വൈകിട്ട് പൂജയ്ക്കുള്ള പൂക്കൾ പറിച്ചു കൊടുക്കണം, അത് നിങ്ങളുടെ ചുമതലയാണ്. അപ്പോൾ പിള്ളേരെല്ലാം പിള്ളേരോട് തന്നെ മേടിക്കും, എവിടെ ചെന്നാലും ആരോടും മേടിക്കും. അതാണ് സ്വാമിയുടെ ഒരു പ്രത്യേകത. അതാണ് സ്വാമി. ഒരു ഭേദം എന്ന് പറയുന്നതില്ല. അപ്പം പിള്ളേരെ വൈകിട്ട് പൂ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. വൈകിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങടത്തുനിന്ന് പൂ പറിക്കണം മക്കളെ എന്ന് പറയും. പിള്ളേരവിടെ ചെല്ലുമ്പോഴത്തേക്ക് പൂവെല്ലാം മുഴുവൻ പൂവും കൊഴിഞ്ഞു കിടക്കുകയായിരുന്നു. സ്വാമി അപ്പൂപ്പ എന്നിട്ട് രാവിലെ കണ്ട പൂവെല്ലാം പോയി. ഞങ്ങൾ ഉച്ചയ്ക്ക് കണ്ടാൽ എന്താ ഞാൻ നോക്കട്ടെ അവിടെ ചെല്ലുമ്പോൾ പിന്നെയും പൂവെല്ലാം മേളിഞ്ഞു. 10 സെക്കൻഡ് കഴിയുമ്പോൾ പിള്ളേർ നോക്കിയിരിക്കുന്നത് താഴോട്ട് വീഴും. എന്നിട്ട് ഇത്രയേ ഉള്ളൂ, ഇന്നലെ രാവിലെ ഇങ്ങനെയല്ലേ പൂക്കൾ വീഴുകയും പോവുകയും ചെയ്തു, ഇതുപോലെ നമ്മുടെ കാര്യം എന്ന് പറയും. പിള്ളേർക്കൽ ജീവിതത്തിൻ്റെ മഹാപാരമ്പര്യം പറഞ്ഞു കൊടുക്കും, മഹത്തായ സത്യം പറഞ്ഞു കൊടുക്കും. ഇത് KP ശാസ്ത്രികൾ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇങ്ങനെ ഞാൻ പറഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങളെടുക്കലെ കാര്യമാണ്. അതുപോലെ അദ്ദേഹം വേറെ സംഗതി പറയുന്നുണ്ട്. അദ്ദേഹത്തിനോട് വെച്ച അരിയുണ്ട എടുത്ത 2 പിള്ളേരുടെ കഥ. ഞാൻ അതിലേക്കൊക്കെ പോയാൽ ഒരുപാട് പോകേണ്ടി വരും. ഈ സ്വാമിയുടെ ഞാൻ പറഞ്ഞത് പാമ്പിനെ ചേമ്പാക്കുന്ന കാര്യം മാത്രമേ നമ്മൾ പറയൂ. മറിച്ച് ഇങ്ങനെ കണ്ട ഓരോ വ്യക്തിയോടും, കണ്ടുമുട്ടിയ ഓരോ വ്യക്തിയോടും ലിംഗ ജാതി വർണ്ണ വർഗഭേദമില്ലാതെ ആധ്യാത്മവിദ്യയുടെ എല്ലാ ശക്തിയോടും കൂടി അത് പകർന്നു കൊടുത്ത ഒരു മഹാ തേജസ്വിയുണ്ട്. ആ തേജസ്വി എന്ന് പറയുന്നത് നമ്മുടെ അതിഥി എന്നൊരു വാക്കും. അതിഥി നമുക്കറിയാം, തിഥി നോക്കാതെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒറ്റയാളേ ഉള്ളൂ സത്യത്തിൽ. ഈ ഒരു 19ാം ശതകത്തിന് മുമ്പ് സന്യാസിയായിരുന്നു. തിഥി നോക്കാതെ കടന്നു വരാൻ നമ്മുടെ പെങ്ങളുടെ പിന്നെ ഭർത്താവ് അറിയാൻ വരുന്നതല്ല അതിഥി. നമ്മളിപ്പോൾ അതിഥി എന്ന് പറയുന്നത് അതല്ല. മറിച്ച് തിഥി നോക്കാതെ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലാനും അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കാനും അവരെ ജീവിതത്തിൻ്റെ പദ്ധതികൾ ഉറപ്പിക്കാനും ഉത്തരവാദിത്വം ഈ സമൂഹത്തിലുണ്ടായിരുന്ന സന്യാസിക്കായിരുന്നു. അതിഥി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിന് അർത്ഥമുള്ളായിരുന്ന ഒരു കാലത്ത് പിന്നീട് അതിൻ്റെ പല അർത്ഥം മാറി. അങ്ങനെ അതിഥിയായി ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച മനുഷ്യൻ, അങ്ങനെ ഒരു അതിഥി ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇത്രയും പറഞ്ഞത് കേരളം ഓരോ
കുടുംബവും അണുകുടുംബമായി മാറുന്ന സമയത്താണ് ഈ മനുഷ്യൻ പുരാതനമായ ഒരു മാതൃക ജീവിതത്തിൽ പകർത്തി കാണിച്ചത്. ഇത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യം. സന്യാസവും ഈ കയറി വരുന്ന സന്യാസിയും ധർമ്മക്കാരനായി മാറുന്ന കാലത്താണ് ആ മനുഷ്യൻ മറ്റൊരു മാതൃക. ഇത് വിപ്ലവകാരിതയാണ്. എനിക്കറിയില്ല, നിങ്ങൾ ചർച്ച ചെയ്യുക. ഇനി ചിന്തയിലും എഴുത്തിലും നോക്കുക. ചിന്തയിലും എഴുത്തിലും എന്താ സംഭവിക്കുന്നു? നമുക്ക് അദ്വൈത ചിന്താ പദ്ധതി, വേദാന്ത സാരം തുടങ്ങിയ പുസ്തകങ്ങൾ നോക്കുക. നമുക്കറിയാം വേദാന്തത്തിൻ്റെ പദ്ധതിയാണ്, അദ്വൈതത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങളിവിടെ പഠിക്കുന്നുണ്ടാവും. ആ പദ്ധതി എന്ന് പറയുന്നത് പലരും പറയാറുണ്ട് ഏതാണ്ട് പുതിയ സാധനമാണ്. അപ്പോൾ സത്യത്തിൽ ചട്ടമ്പിസ്വാമിയോ പദ്ധതിയെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർ പറയുന്നു. അത് മുമ്പേ പറഞ്ഞതാണ്. ശ്രീനാരായണൻ്റെ അദ്വൈതം ശങ്കരൻ്റെ അദ്വൈതം അല്ല, വേറൊരു അദ്വൈതം. എന്ത് നൂലെ കെട്ടിയിറക്കിയ അദ്വൈതമാണ്. ഞങ്ങളുടെ സ്വാമിയുടെ അദ്വൈതം വേറൊരു അദ്വൈതമാണ്. ഇതുപോലെ തന്നെ പന്മനയിലും പറയുന്നവർ കാണും. ഈ ചങ്ങാതിമാരെ പറഞ്ഞു മാറ്റി നിർത്തിയിട്ട് വേണം ഈ മഹാഗുരുക്കന്മാരുടെ സൗഹൃദത്തിലേക്ക് ചെല്ലാനും അവരുടെ പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാൻ. നമ്മുടെ അവസ്ഥ അതാണ്. ഈ ഒരവസ്ഥയില്ല. വേദാന്ത പരിഭാഷ തുടങ്ങി. വേദാന്ത പരിഭാഷ ഞാൻ കണ്ടതിൽ വേദാന്ത പരിഭാഷ ഞങ്ങൾ വിനീതമായിട്ട് അവിടുത്തെ പുസ്തകങ്ങളുടെ ഒരു സമാഹാരം ഞങ്ങൾ തീർച്ചയായിട്ടും ഇറക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. എന്നൊക്കെ അറിയാം. അപ്പം നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ടെക്സ്റ്റിൽ നമ്മൾ കൂടുതൽ ചെല്ലുമ്പോഴാണ് ഇപ്പം ധർമ്മരാജ, അധുരീന്ദ്രനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ വേദാന്ത പരിഭാഷ പോലത്തെ ഇവിടുത്തെ പ്രകടന ഗ്രന്ഥങ്ങളുണ്ട്. പ്രകടന ഗ്രന്ഥം എന്ന് പറയാം ടെക്സ്റ്റുകൾ. ആ ടെക്സ്റ്റുകളുടെ അതേ മാതൃകയിലാണ് സ്വാമി അദ്വൈത ചിന്താ പദ്ധതി ചെയ്തിരിക്കുന്നത്. നമ്മുടെ പല ആളുകളും പറയും ഇത് വേറെ ഒരു സാധനമാണ്. ഒരു സാധനമല്ല, തെറ്റാണ്. ഇത് കുളത്തിനുള്ളിൽ കുളം കുഴിക്കുന്ന പരിപാടിയാണ്. അങ്ങനെയല്ല ചെയ്യണം. ഇപ്പം മനസ്സിലാക്കേണ്ടത് മഹത്തായ വ്യാസാദികൾ രൂപപ്പെടുത്തിയെടുത്ത അദ്വൈത പദ്ധതി എന്താണെന്ന് വിശദീകരിച്ച് തരിക. ഇത് പ്രസിദ്ധീകരിക്കേണ്ട കാര്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതെന്നാ ഇറങ്ങുന്നു? അദ്വൈതത്തിൽ നിന്നും അതിൻ്റെ പദ്ധതിയിൽ നിന്നും ഈ നാട് മാറുന്ന സമയത്താണ് അദ്വൈതത്തിൻ്റെ പദ്ധതി എന്താണെന്ന് കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകങ്ങൾ രചിക്കുന്നു. നമ്മൾ ആലോചിക്കണം. അത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, ഞാൻ അതിനകത്ത് അത് ഈ നമ്മുടെ വേദാന്ത പരിഭാഷയുടെ 8 പരിച്ഛേദങ്ങൾ ഇത് തമ്മിലൊക്കെ ശ്രദ്ധിച്ച് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പദ്ധതി എങ്ങനെയാണ് കാലോചിതമായി വ്യാഖ്യാനിക്കേണ്ടത്. കാലോചിതമായി സ്വാമി അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു വിഷയം, ചിരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഈ നമ്മുടെ അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. വലിയ വീരപരിവേഷത്തിൽ പറയുന്നതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നമ്മുടെ ഇതുണ്ടല്ലോ. ഈ അത് മാത്രമല്ല, അതിനെ കടന്നു വരുന്നതിന് മുമ്പ് ഈ പുസ്തകം എന്തിന് രചിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ ഈ പല വേദാന്തികൾക്കും ഒരു ഇതുണ്ട്. എനിക്ക് ഈയിടെ ഞാൻ കണ്ട ഒരു ശ്ലോകം എനിക്കതിലൂടെ പങ്കുവെക്കണമെന്ന് ആഗ്രഹം. അത് ശ്രീശങ്കര ദിഗ്വിജയത്തിലെ സായണാചാര്യൻ്റെ ശ്രീശങ്കര ദിഗ്വിജയത്തിലെ ഒരു ശ്ലോകമാണ്. സ ദ്വാദശേ വയസ്സി തത്ര സമാധിനിഷ്ഠൈ ബ്രഹ്മർഷിഭി ശ്രുതിശിരോ ബഹുധാ വിചാര്യ ഷഡ്ഭിശ്ച സപ്തഭിരതോ നവഭിശ്ച ഖിന്നേർ ഭവ്യം ഗഭീരമധുരം പണിതസ്മ ഭാഷ്യം എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് ദ്വാദശേ വയസ്സി 12ാമത്തെ വയസ്സ്. ആ വയസ്സ് എനിക്ക് യോജിപ്പില്ല. ഇത് ഭഗവാൻ എന്ത് അതായത് ശ്രീശങ്കരൻ ബദരിയിൽ വെച്ച് എങ്ങനെ എന്തിന് ഭാഷ്യം ഗമിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു സാധനമാണ്. ഇതൊരു രസമാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തത്ര സമാധിനിഷ്ഠ, അവിടെ സമാധിനിഷ്ഠനായി അവിടെ ഇരുന്നു കൊണ്ട് ബ്രഹ്മർഷിമാരോട് ചർച്ച ചെയ്തുകൊണ്ട് ശ്രുതിശിരോ ബഹുധാ വിചാര്യാണ്. ശ്രുതിശിരസിനെ കുറിച്ച്, ശ്രുതിയുടെ ശിരസായ വേദാന്തത്തെക്കുറിച്ച് ബഹുധാ വിചാര്യ പലതരത്തിൽ വിചാരണം ചെയ്തുകൊണ്ട് ഷഡ്ഭിശ്ച 6 സപ്തഭിരതം 7 നവഭിശ്ച 6, 7, 9 തുടങ്ങിയ സംഗതികൾ കൊണ്ട് ഖിന്നന്മാരായ പല മനുഷ്യന്മാർക്ക് വേണ്ടി ഈ ഭവ്യമധുരമായ ഈ ഭാഷ്യം രചിച്ചു എന്നാണ് വേദാന്തത്തിൻ്റെ ഈ ശങ്കരാചാര്യ പദ്ധതിയെക്കുറിച്ച് പറയുന്നത്. ഈ ഷഡൂർമികൾ 7 എന്ന് പറയുന്നത് 7 കൊണ്ട് വിശപ്പ്, ദാഹം, വാർദ്ധക്യം, മൃത്യു, ശോകം, മോഹം തുടങ്ങിയ ഷഡൂർമികൾ. 7 ശരീരധാതുക്കളാണ്. അസ്ഥി, മജ്ജ, രക്തം, മാംസമല്ല. 9 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം തുടങ്ങിയ അന്ധകരണ ശക്തികളും. ഈ 6, 7, 9 കാരണം ഈ ശരീരത്തിലെ കാര്യങ്ങൾ കൊണ്ട് വിഷമിച്ച വേദന അനുഭവിക്കുന്ന, അലയുന്ന, ദുഃഖത്തിൽപ്പെടുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ശങ്കരൻ ഇത് ചെയ്തതെന്നാണ്. ഈ അദ്വൈത പദ്ധതിയാണ് ഭഗവാൻ ചട്ടമ്പിസ്വാമികൾ കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നത് നമ്മൾ ഓർക്കണം. അല്ലാതെ വാചകം പഠിക്കാനല്ല. പല ആളുകളും പറയുന്നത് വേദാന്ത ദിഗ്വിജയം. എന്ത് വേദാന്ത ദിഗ്വിജയം? ജഗദീശ്വരൻ്റെ കാണി പറഞ്ഞു നോക്കി ജഗദീശ്വരനോട് ബന്ധപ്പെടാനും ബന്ധിപ്പിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട വിഷയം അവിടെയാണ്. ഈ വേദനയിൽ നിന്ന് മോചിപ്പിച്ച് സുഖികളാക്കാനുള്ള ഒരു വല്ലാത്ത ഇത് കഴിഞ്ഞ ഒരു പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തപ്പോൾ ഞങ്ങളത് പറയുകയും ചെയ്തു. അപ്പനെ എന്നൊക്കെ വിളിച്ച്, കുഞ്ഞെ, തങ്കക്കുടനെ എന്നൊക്കെ വിളിച്ച് വേദാന്തം പറയുന്ന ഒരു ഭാഷ സ്വാമി അതിനകത്ത് രൂപപ്പെടുത്തുന്നു. അതിന് കാരണം ഈ സുഖിയാക്കാനാണ്. ശാശ്വതമായ ദുഃഖത്തിൽ നിന്ന്, അത് ത്രിവിധ ദുഃഖം കൊണ്ട് വലയുന്ന മനുഷ്യാത്മാക്കളെ മോചിപ്പിച്ച് സുഖികളാക്കുവാൻ. ആ സുഖം നിസാര സുഖമാണ്. അതും ചരിത്രത്തിൽ
രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന സുഖമല്ല. അവിടെയും നമ്മൾ വിപ്ലവകാരിയാണോ അദ്ദേഹം എന്ന് നമ്മൾ ആലോചിക്കും. വിപ്ലവകാരിതയല്ല, മറിച്ച് ഗാന്ധി പറഞ്ഞതുപോലെ ഈ കാണുന്ന ഹിമവാനോളം പഴക്കമുള്ള ഒരു ജ്ഞാനത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് അവിടെയാണ്. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ മോക്ഷപ്രദീപ ഖണ്ഡമാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ച സാധനം. അതിന് മുമ്പ് ഇത് പറയാമെന്ന് വിചാരിച്ചു. സ്വാമിയുടെ സൈദ്ധാന്തികമായ രചനയാണ് മോക്ഷപ്രദീപ ഖണ്ഡം. നമുക്കറിയാം വേദാന്തത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വേദാന്ത സാരത്തിലും അദ്വൈത ചിന്താ പദ്ധതിയിലും. മോക്ഷപ്രദീപ ഖണ്ഡനം എന്നൊരു പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാം. മോക്ഷപ്രദീപം എന്ന് പറയുന്ന ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു പുസ്തകത്തിൻ്റെ ഖണ്ഡനമാണ്. എന്തൊക്കെ കഥകളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഞാനത് ഈയിടെയാണ് ആ പുസ്തകം ഞാനത് വായിച്ചിരുന്നു, നേരമാണ് വായിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയുന്നത് വിഗ്രഹാരാധനയെ സംബന്ധിച്ച് എതിരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. വിഗ്രഹാരാധന ശ്രീനാരായണ ഗുരുദേവൻ പലയിടത്ത് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ കുറേ നായന്മാർ വടക്കുന്ന് വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സ്വാമി ഞങ്ങളും നായന്മാരാണ്, ഇത് ഞാൻ വെറുതെ പറയുന്നതാണ്, ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി, ഞങ്ങളും നായന്മാരാണ്, അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു ഫൈറ്റ് വേണ്ട, മറ്റേ നാണുസ്വാമിയല്ലേ അത് ചെയ്യുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ എതിർക്കുന്നെങ്കിൽ എന്തിനാണ് അങ്ങ് എതിർക്കുന്നത്. അപ്പം അദ്ദേഹം ഒന്നും മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞൊരു കഥയുണ്ടാക്കുന്നു. സത്യത്തിൽ വിഗ്രഹാരാധനയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല. ഞാൻ അത് ആ മോക്ഷപ്രയോഗത്തിൽ നിന്നുള്ളൊരു വാക്യം വായിക്കാം. ചിത്തത്തിലുള്ള രാഗദ്വേഷങ്ങളെ കാരണം ചിത്തത്തിലുള്ള രാഗദ്വേഷങ്ങളെ ഇല്ലാതാക്കി സാധനകൾ ഉറക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചിത്തത്തിലുള്ള രാഗദ്വേഷങ്ങളെ ഇല്ലാതാക്കേണ്ടത് അവനവൻ തന്നെയാണ്. ഇത് ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രതിപത്തിലുള്ള ഒരു വാക്യമാണ്. ആ ജോലി ദൈവത്തിൻ്റെതല്ല. ആ അറിവില്ലാതെ വിഗ്രഹാരാധന, തീർത്ഥാടനം, യാഗം എന്നിവ ചെയ്താൽ ദുഃഖമായിരിക്കും ഫലം. മനുഷ്യരെല്ലാം ആനന്ദം ആഗ്രഹിക്കുന്നു. മനസ്സിനെ നിയന്ത്രിച്ചും ജയിച്ചുമാണ് ആനന്ദം നേടേണ്ടത്. നിരന്തര അഭ്യാസം കൊണ്ടേ മനസ്സിനെ ജയിക്കാൻ കഴിയും. ഇതിന് രാജയോഗം പരിശീലിക്കണം. ഓക്കെ, യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇതിനകത്ത് ഈശ്വരൻ്റെ പങ്കെന്താണ്? ഈ വിഷയമാണ് മോക്ഷപ്രദീപ ഖണ്ഡനത്തിൽ സ്വാമി മുന്നോട്ട് പോകുന്നത്. അത് ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. അതാണ് ഈ സ്വാമി പാമ്പിനെ എടുത്ത് ചീല ചുറ്റിയ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ചങ്ങാതിയൊന്നും സ്വാമി പറഞ്ഞ പുസ്തകങ്ങൾ എഴുതിയെടുക്കുകയോ ചരിത്രത്തിൽ കൊണ്ടുവരികയോ ചെയ്തില്ല. ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്വം അദ്ദേഹത്തിന് കിട്ടിയൊരു സുഹൃത അവിടെയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരത് കൃത്യമായി എഴുതി അത് പ്രചരിപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുത്തോണ്ട് നമുക്ക് ഇന്ന് ആ പുസ്തകങ്ങൾ കിട്ടും. ഇത് വാഴവടി കുറെ കഥ പറച്ചിലും അല്ലാതെ, പൊട്ടക്കഥ പറച്ചിലല്ലാതെ പുസ്തകം അദ്ദേഹം എന്തും പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം എന്തായിരുന്നു ഈ തപ്പി നടക്കേണ്ട അവസ്ഥയാണ് ജയചേട്ടനെ പോലുള്ള പിൽക്കാലിയ സാധകർ. ഇപ്പം അതിനകത്ത് നമുക്ക് യോഗശാസ്ത്രം ഒന്ന് നോക്കാം. നമുക്കറിയാം യോഗ ചിത്തവൃത്തി നിരോധം, ചിത്തവൃത്തികളെ നിരോധിക്കലാണ് യോഗം, സംശയമൊന്നും വേണ്ട. വൃത്തയ, പഞ്ചതയ്യ, ക്ലിഷ്ട, അക്ലിഷ്ട എന്നൊക്കെ പറഞ്ഞുള്ള ശ്ലോകങ്ങൾ, ക്ലിഷ്ടങ്ങളും അക്ലിഷ്ടങ്ങളുമായ 5 തരം വൃത്തികൾ നമ്മുടെ മനസ്സുകളെല്ലാം ഇടയ്ക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് 12ാമത്തെ ശ്ലോകം അഭ്യാസ വൈരാഗ്യാഭ്യാസം നിരോധം. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും വേണം വൃത്തികളെ നിരോധിച്ച് ഒരുത്തന് സമാധിയിൽ ഉറയ്ക്കാൻ. സതു ദീർഘ തത്ര സ്ഥിതോ യത്ന അഭ്യാസം. അടുത്ത സൂത്രമാണ് ഇത്. ഭഗവാൻ പതഞ്ജലിയുടെ സൂത്രമാണ്. നമ്മൾ ഇത് വെച്ചിട്ട് വേണം എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇടപെട്ടത്. ഞാൻ സൈദ്ധാന്തികമായി അദ്ദേഹം ഇടപെട്ട രീതികളെക്കുറിച്ചാണ് പറയുന്നത്. അത് പുതിയതോ പഴയതോ എന്നാണ് എൻ്റെ വിഷയം. മറന്നുപോലെ സതു ദീർഘകാല നൈരന്തര്യ സൽക്കാരാസേവിത ദൃഢഭൂമി എന്നാണ് അടുത്ത സൂത്രം. ദീർഘകാല നൈരന്തര്യ അഭ്യാസം കൊണ്ട് മാത്രമേ ഇത് ദൃഢഭൂമിയാകത്തുള്ളൂ. എന്താ നിങ്ങളുടെ മനസ്സ് തീവ്ര സംവേദന ആസന്ന. അടുത്ത എന്ത് തീവ്ര സംവേദികൾക്ക് പെട്ടെന്ന് കിട്ടും. അത് തന്നെ മൃദു, മധ്യ, അതിമാത്ര വിശേഷം ഉണ്ടാകും. പെട്ടെന്ന് മൃദുവായി പോകുന്നവന്, മധ്യവേഗത്തിൽ പോകുന്നവർക്ക് പെട്ടെന്ന് പോകുന്നവർ. ഇതിനകത്ത് ഈ വ്യത്യാസങ്ങളുണ്ടാവും. അതൊഴിച്ചാൽ കിട്ടും. അടുത്തതാണ് ഈശ്വര പ്രണിധാനത്വ. ഈശ്വര പ്രണിധാനം കൊണ്ടും നിങ്ങൾക്ക് സമാധിസ്ഥമാകാം. ഇത് പാതഞ്ജല യോഗസൂത്രമാണ്. ഈശ്വരൻ അതുകൊണ്ട് ഭഗവാൻ നിർത്തുന്നില്ല, ഭഗവാൻ പതഞ്ജലി നിർത്തുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഈ വിപാസന യോഗം ഉൾപ്പെടെയുള്ള യോഗ പദ്ധതികൾ എത്രത്തോളം ഈശ്വര വിരുദ്ധമാണ്, അതായത് വൈദികനിഷ്ഠമായ പാതഞ്ജല യോഗ വിരുദ്ധമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ്. വെറുതെ അവിടെ അവനവനിൽ അഭിരമിക്കുക, അവനവനിലെ അവനത്വത്തെ തിരിച്ചറിയുക. എന്നിട്ട് എന്തവനും ഞാൻ എന്നെപ്പോൾ ലോക വിവരദോഷിയും വൃത്തിയുള്ളവനുമായി ഈ ഞാൻ എന്നെ എന്ത് തിരിച്ചറിയാനാണ്? എന്നേക്കാൾ മറ്റൊരു ഒരു സ്വത്വമായിട്ടും സത്യമായിട്ടും ബന്ധിപ്പിക്കാതെ ഞാൻ എന്നെ തിരിച്ചറിയാനാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ എത്രത്തോളം അത് ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അതാണ്. തത്ര ഈശ്വര പ്രണിധാനം അത്യാവശ്യമാണ്. അടുത്ത സൂത്രം അതാണ്. തത്ര നിരതിശയം സർവജ്ഞ ബീജം. കാരണം എല്ലാ നിരതിശയമായ ജ്ഞാനത്തിൻ്റെ സർവ്വബീജവും അവിടെയാണ്. അതുകൊണ്ടാണ് ശാസ്ത്രയോനിത്വാദെന്ന് ബ്രഹ്മസൂത്രം പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ സമ്പൂർണ്ണ ജ്ഞാനവും ജഗദീശ്വരനാണ്. ഈശ്വരനുമായി ബന്ധപ്പെടാൻ നമുക്ക് ജ്ഞാനം കിട്ടില്ല. ഇതാണ് പാതഞ്ജല യോഗത്തിൻ്റെ അടിസ്ഥാനപരമായ സാധനം. അടുത്ത മഹത്തായ വാചകമാണ് എന്താ? ഏഷ പൂർവേഷാമഭി ഗുരു കാലേനാൻ അവച്ഛേദ. കാലത്തിൽ അഴിയാത്ത ഗുരുക്കന്മാരുടെ മുഴുവൻ പൂർവ്വഗുരു ജഗദീശ്വരനാണ്.
അതുകൊണ്ട് എന്താ തസ്യവാചക പ്രണവ തജ്ജപസ്ഥർത്ഥഭാവം. അതുകൊണ്ട് അവൻ്റെ വാചകമായ പ്രണവത്തെ നിരന്തരം അഭ്യസിക്കുകയും ഇത് ചെയ്യണം. ഇതാണ് യോഗസൂത്രം, യോഗ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്ന ഭഗവാൻ പതഞ്ജലി പറഞ്ഞിരിക്കുന്ന ദർശനം. ഇത് കംപ്ലീറ്റ് മാറ്റിമറിച്ചുകൊണ്ടാണ് ആനന്ദമതം മുന്നോട്ട് വന്നത്. ഏതാ കാലത്തുള്ള അതുകൊണ്ട് എന്ത് പറ്റി? അതുകൊണ്ട് ഭയങ്കര ഒരു വിപ്ലവകാരിയായ മനുഷ്യനാണ്. വല്ലാത്ത മാമൂലുകളെ ഈ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞ് ഇന്ന് നമ്മുടെ പവനൻ, യുക്തിവാദിയായ പവനനാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയിരിക്കുന്നത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആരുടെ? ബ്രഹ്മാനന്ദ യോഗിയുടെ. യുക്തിവാദിയായ പവനൻ ചട്ടമ്പിസ്വാമിയുടെ ജീവചരിത്രം എഴുതുമോ? EMS എഴുതുമോ? EMS നിങ്ങളുടെ പി ഗോവിന്ദപിള്ള സാർ എഴുതുമോ? എഴുതത്തില്ല. അപ്പം മനസ്സിലായിക്കോട്ടെ ഇവരുടെ ആ ഒരു കുല ബന്ധം എങ്ങനെയാണ് പോകുന്നതെന്ന്. അതുകൊണ്ടാണ് ചട്ടമ്പിസ്വാമി അതിനെ മോക്ഷപ്രദീപകണ്ഠന് കയറുന്നത്. അല്ലാതെ സ്വാമി നായന്മാരായ നമുക്ക് തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എത്ര തെറ്റായ ചരിത്ര വായനകളാണ് പോകുന്നത്. ആലോചിച്ചു സ്വാമിയെ എങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കണം. ഇത് ജ്ഞാനമീമാംസയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില ഇടപെടലുകളാണ് നമ്മൾ പറയുന്നത്. ഇത് പെട്ടെന്ന് ഇങ്ങനെ അവിടെ ഇവിടെ തൊട്ടുപോകല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് ഇനി നമ്മൾ ഓരോന്നും നമുക്ക് നോക്കാം. ഇപ്പം അതുപോലെ എന്താ പറയുന്നത്, ഇനി നമുക്ക് ഇപ്പം വേദാധികാര നിരൂപണം, ഞാനത് കൂടുതൽ പറയേണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യം. വേദാധികാര നിരൂപണത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്ന സംഗതി എല്ലാവർക്കും അറിയാം. ശൂദ്രനും സ്ത്രീക്കും എല്ലാം വേദം അഭ്യസിക്കാൻ ഒറ്റ കാര്യവും എന്താ? സമാധി ഷഡ്കസമ്പത്തി ഉൾപ്പെടെയുള്ള മന സംസ്കാരം ഉണ്ടാകും. അത്രമാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, അത് പറഞ്ഞ ശ്രീശങ്കരാചാര്യ അപശൂദ്രാധികരണത്തിൽ ഒരിക്കലും ശൂദ്രൻ വേദം പഠിക്കേണ്ടെന്ന് പറയത്തില്ല. അപശൂദ്രാധികരണത്തിൽ പിന്നീട് ആരോ കൈകടത്തിയിട്ടുണ്ട് എന്ന് പോലും വേദാധികാര നിരൂപണത്തിൽ പറയുന്നു. സ്ത്രീയെക്കുറിച്ചും ശൂദ്രനെക്കുറിച്ചും അദ്ദേഹം നമ്മുടെ പരമ്പരയിലെ ഏറ്റവും മഹത്തായ ഇതിഹാസങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് വാദിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഗാർഗിയുടെ കഥ അദ്ദേഹം ഉദ്ധരിക്കുന്നു. നമുക്ക് അറിയാം, ജനകന്റെ സദസ്സിൽ വെച്ച് ഗാർഗി ചോദിക്കുന്ന ചോദ്യം, ആ എപ്പിസോഡ് തന്നെ ഭഗവാൻ ഉദ്ധരിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ഒരു പണ്ഡിതനെ കണ്ടെത്താനാണ്. സദസ്സിൽ വെച്ച്, ജനകന്റെ സദസ്സിൽ വെച്ച് വലിയ ചർച്ച നടക്കുന്നു. അവിടെ യാജ്ഞവൽക്കനെ പോലുള്ള ആളുകൾ വരുന്നു. യാജ്ഞവൽക്കൻ എല്ലാവരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു പണ്ഡിതനായി മാറുന്നു. അപ്പോൾ ഗാർഗി പറയും, നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾ തീർന്നെങ്കിൽ ഞാൻ 2 ചോദ്യം ചോദിക്കാം, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കുക. ഗംഭീരന്മാരെ ഋഷിമാരെ അവിടെ ഇരുന്നതായിട്ട് ഉപനിഷത്ത് പറയുന്നുണ്ട്. ഉപനിഷത്തിന് ജാതി മതമൊന്നുമില്ലല്ലോ. കാരണം അത് ഇന്നടത്തുനിന്ന് വന്ന ബാർബറുടെ മകനാണ് ഞാൻ, ഇന്നടത്തുനിന്ന് വന്ന കുതിരക്കാരൻ്റെ മോനാണ് ഞാൻ, ഇന്ന ദാസിയുടെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞാണ് ഓരോ ഋഷിയും സെൽഫ് ഇൻട്രഡക്ഷൻ നടത്തിയിട്ടാണ് ചർച്ച പങ്കെടുക്കുന്നത്. സംവാദാത്മകമായി ഇത്രയും സംവാദാത്മകമായ ഒരു പുസ്തകമില്ല. ആ സംവാദാത്മകത മുഴുവൻ ഭഗവാൻ ചട്ടമ്പിസ്വാമി അദ്ദേഹത്തിൻ്റെ ഈ വേദാധികാര നിരൂപണത്തിൽ ഉപയോഗിക്കുന്നു. ഞാനതാ പറഞ്ഞു. ഇപ്പോൾ ഗാർഗി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു, ഗാർഗി മൈത്രയും ഒക്കെ രൂപപ്പെട്ട ഒരു നാളിൽ സ്ത്രീക്ക് വേദ പഠനം നിഷിദ്ധമായിരുന്നോ? നമ്മൾ ആലോചിക്കുക. അതുപോലെ സത്യകാമ ജാവാലൻ്റെ കഥ അദ്ദേഹം അത് എത്ര ഗംഭീരമാണ്. നമ്മൾ ആലോചിക്കുക. ഒരു ഉണ്ണി ഉപനയനത്തിന് ചെല്ലുന്നു. ആചാര്യ ഗൗതമനാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, നീ ഏത് കുലത്തിൽ നിന്നാണ്? കാരണം കുലം ചോദിക്കുന്ന മറ്റൊന്നും കൊണ്ടുമല്ല, അതിനനുസരിച്ചുള്ള ചില വ്രതങ്ങളും മറ്റും എടുത്തിട്ട് വേണം ഉപനയിപ്പിക്കാൻ. അപ്പം അദ്ദേഹം ആ കുഞ്ഞ് തിരിച്ചു വന്നിട്ട് അമ്മയോട് ചോദിച്ചിട്ട് പറയുന്നു, മോനെ എൻ്റെ പേര് ജാവാല എന്നാണ്, ഞാനൊരു അടിച്ചളിക്കാരിയാണ്, എൻ്റെ യൗവനത്തിൽ ഞാൻ പലയിടത്ത് ജോലി ചെയ്തു, പല പുരുഷന്മാർക്ക് അധീനയായിരുന്നു, എനിക്കിതിൽ കൂടുതൽ നിൻ്റെ കുലമൊന്നും എനിക്കറിയില്ല. ഇത് അതുപോലെ ചെന്ന് പറയുമ്പോൾ ആ ഗൗതമൻ പറയുന്നത്, നീ സത്യത്തിൽ നിന്ന് ഒട്ടും മാറിയിട്ടില്ലല്ലോ, സത്യം പറയുന്നത് കൊണ്ട് തന്നെ നീ ബ്രാഹ്മണനാണ്, നിന്റെ വിദ്യയ്ക്ക് അറിഞ്ഞതുമാണ് എന്ന് പറഞ്ഞ ഒരു നാടാണ് ഈ വിദ്യയ്ക്കും ഇതിനുമൊക്കെ ഇത്രത്തോളം ജാതിയും മതവും കൽപ്പിച്ചതെന്ന് ആലോചിക്കുക. ഇതെടുത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു മഹാവിപ്ലവത്തിന് തിരികൊളുത്തിയത്. തീ പിടിക്കുന്ന പേജുകളെന്നാണ് നടരാജൻ ഗുരു ആ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞത്. അതെവിടെയാണ് വിപ്ലവം? നമ്മൾ ആലോചിക്കുക, എന്തെടുത്തിട്ടാണ് അദ്ദേഹം വിപ്ലവം നടത്തുന്നത്? നിങ്ങളുടെ പാരമ്പര്യത്തിലെ നന്മ എടുത്ത് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ്, പുതിയത് മുന്നോട്ട് വെക്കുകയല്ല, മറിച്ച് പാരമ്പര്യത്തിൻ്റെ നന്മകളെ വെച്ച് നമുക്ക് മുന്നിൽ വീണ്ടും പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ അവകാശികളാണ്. നിങ്ങൾ കൂടുതൽ വൃത്തിയായി കാലത്തിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഈടുവയ്പ്പുകൾ തന്നെയുണ്ട്. ഈ പറഞ്ഞ വൈദേശികമായ അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുപോകേണ്ട എന്തെങ്കിലും ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിക്ഷിപ്തമാക്കേണ്ടതില്ല എന്ന് വാദിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിപ്ലവം എന്നുള്ളതാണ് ഈ അദ്വൈത ചിന്താ പദ്ധതി നമ്മെ കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകത്തിലും ആ സംഗതി, ഓരോ പുസ്തകത്തിലും. ഇപ്പോൾ നമ്മൾ ആ പുസ്തകം വെച്ച് നോക്കാൻ നമ്മളെ ജ്ഞാന പദ്ധതിയുടെ സംഗതി നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ മാംസാഹാരം ഇവിടെ നമുക്കറിയാം, എല്ലാ ജാതിയും ഗോമാംസം ഭക്ഷിച്ചിരുന്നില്ല. ഒരു ജാതി ആകെ ഭക്ഷിച്ചിരുന്നത് ഈ ചണ്ടാളൻ മാത്രമായിരുന്നു. അത് ചണ്ടാളനെ ഭക്ഷിച്ചതിന് കാരണമുണ്ടാകും. ബാക്കി ആരും ഗോമാംസം ഭക്ഷിച്ചില്ല. മറ്റും പല ഇറച്ചികൾ, ഗോമാംസം ഉൾപ്പെടെ എന്തും തിന്നാം, ഒരു വിഷയമില്ല, തിന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ചാർവാക മതം ഇവിടെ പ്രവർത്തിതമാകുന്നതും പ്രചരിതമാകുന്നതും നമുക്കറിയാം 20ാം നൂറ്റാണ്ടിലാണ്.
ആ 20-ാം നൂറ്റാണ്ടിലാണ് ഈ മനുഷ്യൻ്റെ പുസ്തകം എഴുതുന്നത്, തനി പിന്തിരിപ്പൻ പുസ്തകം. സുനിൽപീളിയുടെ ഭാഷയിൽ പറഞ്ഞ തനി പിന്തിരിപ്പൻ ബ്രാഹ്മണിക്കൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ പുസ്തകം. എന്താ? ജീവകാരുണ്യ നിരൂപണം. അതിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിനകത്ത് ഫിലോസഫിയുണ്ട്. മാംസത്തിൻ്റെ ഇല്ല എന്നുള്ളതല്ല. ഒരു കാളയ്ക്ക് അല്ല, ഒരു കടുവയ്ക്ക് ഒരു കാളത്തിന് ജീവിക്കാൻ പറ്റില്ല. മനുഷ്യനതല്ല. മനുഷ്യന് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രക്ഷകനായി നിന്നുകൊണ്ട് കാളയെയും കടുവയും ഒക്കെ സംരക്ഷിക്കാനും അതിനെയൊക്കെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള പ്രജ്ഞാനേത്ര സഹിതമാണ്. പ്രജ്ഞയാകുന്ന കണ്ണു തിരിക്കുന്നവനാണ് മനുഷ്യൻ. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ രക്ഷകനെ സംബന്ധിച്ച് കൊന്നു തിന്നുന്ന സംഗതി അതിന് പറ്റിയതല്ല. ഇന്ന് മാത്രമല്ല, ശരീരത്തിന് പറ്റുന്നതല്ല. 2, മറ്റൊരു ആഹാര പദ്ധതി ഇവിടെ ഋഷിമാർ ഉൽപ്പാദിപ്പിച്ചെടുത്തു. ഏറ്റവും താഴ്ന്ന തലത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. അടുത്ത തലത്തിൽ സസ്യങ്ങളെ ആഹാരം ജീവിക്കാം. അതിനുശേഷം യോഗാഭ്യാസിയായിട്ട് ഇതൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാം. ഇങ്ങനെ 2-3 തലങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം പരമാത്മാവിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നതാണ്. ഈ ആഹാര പദ്ധതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജീവകാരുണ്യ നിരൂപണത്തിൽ അദ്ദേഹം തൻ്റെ അക്കാലത്തെ പ്രചരിതമായിക്കൊണ്ടിരിക്കുന്ന മാംസഭക്ഷണത്തിനും മറ്റുമെതിരെ, അതിനകത്ത് ഒരു ഭാഗം നമുക്ക് പലപ്പോഴും സംശയം വരും, തന്ത്രത്തിന് എതിരെയുള്ളതാണ്, തന്ത്രത്തിലെ മൃഗഹിംസയ്ക്കെതിരെയുള്ളതാണ്. എത്ര മൃഗങ്ങളാണ് ദേവതാപ്രീതിക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട് വേദന അനുഭവിക്കുന്നതെന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. ഈയിടെ കൊടുങ്ങല്ലൂരിൽ ഈ ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ ചെയ്ത ദോഷങ്ങൾ കൊണ്ട് മൃഗബലി നിർത്തലാക്കുകയും അങ്ങനെ കേരളത്തിൻ്റെ ഒരു ശക്തി പോയി എന്ന് പറഞ്ഞൊരു ഒരു 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 ചങ്ങാതി 10,000 കോഴിയെ വെട്ടി ആ ശക്തി വീണ്ടെടുക്കാൻ ഇറങ്ങിയ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു മലബാര ബാബ അദ്ദേഹം എഴുതിയത് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ പരസ്യമായി അത് അവരെ ബ്രാഹ്മണിസത്തിന് ഇതായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏതാണ് ശരി? ഒരു ജീവനെ എടുത്തുകൊണ്ട് സ്വന്തം ജീവന് വെയിറ്റ് ഉണ്ടാക്കുന്നതാണോ അത്? മറിച്ച് അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അവലെ വിവേകികൾ എന്ന ജീവിതമാണോ ശരിയെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതിനെ ചർച്ചയ്ക്ക് കൊടുക്കും. ഇങ്ങനെ ഓരോന്നും സംവാദാത്മകമാണ്. ഈ അടുത്തത് ഇപ്പം ജീവകാരുണ്യ നിരൂപണം നമ്മൾ കണ്ടു. അതുപോലെ ഈ ക്രിസ്മത ഛേദനം ഒരിക്കലും ഒരു മറ്റ് ഇതല്ല, ഒരു പരമത നിന്ദയല്ല. മറിച്ച് അത് സത്യത്തിൽ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്ന ഒരു മതത്തിൻ്റെ ശരിയായ ധർമ്മം എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിയുക, അന്വേഷിക്കുകയും അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. അത് ആവശ്യമായിരുന്നു, ഒരു സംശയം വേണ്ട. ഇപ്പോൾ നീചന്മാർ എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞ അയ്യാവൈകുണ്ഠം ഈ സായിപ്പന്മാരെ അവരുടെ ഈ CSI ബിഷപ്പുമാരെയും വിളിച്ച് വെളുത്ത നീചന്മാർ അത് പറയാൻ അദ്ദേഹത്തിന് മടിയില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം കൃത്യമായി നാടൻ ജാതി മതപരിവർത്തനത്തെ തടയുകയും ചെയ്യും. അപ്പോൾ സംശയമില്ലാത്ത കാര്യം ഈ നമ്മുടെ ചുരുക്കത്തിൽ എനിക്ക് തോന്നുന്ന ഒരു സാധനം ഈ ഇതിനകത്ത് ഈ മോക്ഷപ്രതിഭ ഖണ്ഡനത്തിൽ അദ്ദേഹം ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞൊരു സംഗതിയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയും. എനിക്ക് നിങ്ങളോട് ഇതിനകത്ത് പറയാനുള്ളത്, ഇതിൻ്റെ മോക്ഷപ്രദീപത്തിൽ ബ്രഹ്മാനന്ദ ശിവയോഗി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും ഞങ്ങൾ തമ്മിൽ യോജിക്കുന്നത് നിങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള അത് ശരിയാണെന്ന് മനസ്സിലാക്കുക. ഞാനും അദ്ദേഹം തമ്മിൽ വിയോജിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ വെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ശരിക്കും ആലോചിക്കുക. എൻ്റെ ഭാഗം നോക്കണം. അതായിരുന്നു എപ്പോഴും അദ്ദേഹത്തിന് ഈ സംവാദാത്മകത എന്ന് പറയുന്നത് അതാണ്. മറിച്ച് ബി ജെ പിക്കാരനെ കുറിച്ച് കൊണ്ട് മാത്രം ഒരു സംവാദം നടത്തുകയാണ് നമ്മളിന്ന് കാണുന്നത്, മറ്റാരെ അടുപ്പിക്കാതെ. അദ്ദേഹത്തിൻ്റെ പ്രക്രിയ അതല്ല. സമസ്ത സംഗതികളെ അടുപ്പിച്ചുകൊണ്ടുള്ള, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവാദാത്മകത സത്യത്തിൽ കേരളത്തിലെ ഓരോ ഗ്രാമാന്തരങ്ങളിലും അദ്ദേഹം ചെയ്തു. ശ്രീചക്രപൂജ കൽപ്പസാര ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ സ്തോത്രകൃതികളും മറ്റു കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ. ഗൃഹാന്തരീക്ഷത്തിലേക്ക് പൂജാ പദ്ധതിയെ ഇത്രത്തോളം അടുപ്പിച്ച മറ്റൊരു സന്യാസി ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ കാണത്തില്ല. ഓരോ ഗൃഹത്തിലേക്കും ഇപ്പോൾ TC കല്യാണിയമ്മയോട് TC കല്യാണിയമ്മയോട് ഉപദേശിച്ച സംഗതിയാണ് ഈ പ്രപഞ്ചത്തിൽ സ്ത്രീപുരുഷന്മാർക്കുള്ള സ്ഥാനമെന്ന് അദ്ദേഹത്തിൻ്റെ അത് സത്യത്തിൽ അപ്പോഴാണ് അവർ പറയുന്നത്, എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് വൈകിട്ട് യോഗമുണ്ട്, അവിടെ അങ്ങിതൊന്ന് പറയണം, എൻ്റെ കൂട്ടുകാരികൾ കൂടി ഇത് കേൾക്കാമല്ലോ. അങ്ങനെയാണ് ആ പ്രസംഗം അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ ഒരിക്കലും അദ്ദേഹം ഈ പബ്ലിക്കായിരുന്നില്ല. ഇപ്പോൾ യജേട്ടനെ എപ്പോഴും പറയുന്ന ഒരു സംഗതി നിങ്ങളുമായിട്ട് സംബന്ധിച്ചിട്ടുള്ളതായിരിക്കും. കാരണം ഈ വലിയ കർമ്മകലാപങ്ങൾക്കല്ല പലപ്പോഴും ചരിത്രത്തിൽ നീണ്ടു നിൽക്കുന്ന സ്ഥാനമുള്ളത്, നീണ്ടു നിൽക്കുന്ന പ്രാധാന്യമുള്ളത്. അത് പലപ്പോഴും കാരണം എവിടെയാണ് വിപ്ലവം നടന്നത്? നമ്മൾ ഈ ചരിത്രം എവിടെയാണ് രൂപപ്പെടുന്നത്? തീർച്ചയായും ചരിത്രം രൂപപ്പെടുന്ന വ്യക്തിയില്ല, ഒരു സംശയവുമില്ല. തീർച്ചയായും ചരിത്രം രൂപപ്പെടുന്നത് ഹൃദയങ്ങളിലാണ്. ഹൃദയത്തിൽ രൂപപ്പെടുന്ന ചരിത്രം വിപ്ലവം വലിയ മാറ്റങ്ങളുണ്ടാകും. മറിച്ച് മറ്റേ കർമ്മകലാപങ്ങൾ നിസ്സാര സമയം മതി. നിങ്ങൾ ആലോചിച്ച് നോക്കുക. 75-80 വർഷം ഒരു ജനതയെ സോഷ്യലിസം പഠിപ്പിച്ചിട്ട് ബെർലിൻ മുതൽ പൊളിച്ചപ്പോൾ കിഴക്കൻ ജർമ്മനിയിൽ നിന്നും പടിഞ്ഞാറ് ജർമ്മനിയിലേക്ക് ഓടിയത് ഒരു നേരത്തെ ആഹാരത്തിനായിരുന്നില്ല, മറിച്ച് സോപ്പും ചീപ്പും പെർഫ്യൂമും അടിച്ചു മാറ്റാനായിരുന്നു. എന്തായിരുന്നു പഠിച്ചത്? ആലോചിച്ച് നോക്കുക.
അപ്പം എവിടെയോ വേറൊരു പഠിത്തം നടക്കേണ്ടത്, ആ പഠിത്തം സംശയമൊന്നും വേണ്ട, മനസ്സുകളിലാണ് നടക്കേണ്ടത്. മനസ്സുകളിൽ നടക്കുന്ന ഈ പഠനത്തിൻ്റെ ബാക്കിയാണ് തീർച്ചയായും ചട്ടമ്പിസ്വാമി മുന്നോട്ട് വെച്ചത്. ചട്ടമ്പിസ്വാമി മുന്നോട്ട് വെച്ച ദർശനം എന്ന് പറയുന്നത് തീർച്ചയായും പുതിയതല്ല, പഴയതാണ്. ഞാൻ അതാണ് പറയാൻ പോകുന്നത്. ഒരു തരത്തിൽ ഇപ്പം ഞാനീ പറഞ്ഞ ഏതെങ്കിലും ആസ്പെക്റ്റ് പുതിയതാണ്, എനിക്കറിയില്ല. പുതിയതൊന്നുമല്ല, പഴയതിനെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്ന് വെച്ചാൽ അദ്ദേഹം പഴയതാണ് അല്ല, അവിടെയാണ് വിഷയം. അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു വലിയ ശ്ലോകം ഓർമ്മ വരുന്നത്. അഖിലർക്കുമതിങ്ങനെ തന്നെ മതം സുഖസാധ്യമതെന്ന് സുഖാദികളും പകരുന്നു പരമ്പരയായി പലതും ഭഗവാനുടെ മായയകോലുതേ എന്ന് ചിന്തന ചിന്തനത്തിൽ അദ്ദേഹം എഴുതുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അഖിലർക്കും ഇങ്ങനെ തന്നെ മതം, ഇതാണ് എല്ലാവർക്കുമുള്ള മതവും സത്യവും. ഇതാണ് എന്ത്, എല്ലാവരുടെയും യഥാർത്ഥ സുഖവും പരിഗണനയും പുരോഗമനവും അകത്താണ് പുരോഗമിക്കുകയും ജാത്യന്തര പരിണാമം നടക്കുകയും നടക്കേണ്ടത്. അത് സുഖസാധ്യമാണോ, ഇത് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് വിചാരിച്ചാലെന്ന് സുഖാദികൾ പറഞ്ഞിട്ടുണ്ട്, സുഖൻ മുതലായ ഋഷിമാർ പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു, പരമ്പരയായി പകരുന്നു പരമ്പരയായി പലതും ഭഗവാനുടെ മായയോ തന്നെയാണ്. ജഗദീശ്വരൻ്റെ ഇതുപോലെ ആ ധർമ്മം കൃത്യമായി നമ്മെ ബോധിപ്പിക്കുന്നു ചട്ടമ്പിസ്വാമിയുടെ ദർശനവും ജീവിതവും. തീർച്ചയായും എനിക്കൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ടായിരുന്നു, ഞാൻ അതിലേക്ക് നീട്ടുന്നില്ല, സമയം പോയി, 1 മണിക്കൂറോളം ആയി, മണിക്കൂർ കഴിഞ്ഞു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ 2 കാര്യങ്ങൾ ഇന്ന് ഓടുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു വാചകം പറഞ്ഞ് ഞാൻ നിർത്താമെന്നായിരിക്കുന്നു, ഒറ്റ മിനിറ്റ് കൂടുതലെടുക്കില്ല. ഈ അദ്ദേഹത്തിൻ്റെ കൃതി 2 പുസ്തകം അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രചരിക്കുന്നുണ്ട്. ഞാനത് വ്യാജമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒന്ന് പ്രാചീന മലയാളവും, 2 ഈ ആദിഭാഷ എന്ന് പറഞ്ഞ പുസ്തകം. ഇതിൻ്റെ 2ൻ്റെയും ഒറിജിനലില്ല എന്ന് മാത്രമല്ല, ഒന്ന് പ്രാചീന മലയാളം കേരള നായന്മാരുടേതായിരുന്നു എന്നാണ് സ്ഥാപിക്കപ്പെടുന്നത്. അതും ആദിഭാഷ എന്ന് പറഞ്ഞ പുസ്തകം തമിഴാണ് വലുത്, പ്രായം ചെന്ന്. ഈ 2 വാദങ്ങളും ആ കാലത്തെ ദ്രാവിഡവാദത്തിൻ്റെ ഭാഗമായി ഇന്ന് അദ്ദേഹത്തെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. ഇത് ഞാൻ ഈ സഭയ്ക്ക് മുന്നിൽ വെക്കുകയാണ്, നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ, നിങ്ങൾക്ക് അന്വേഷിക്കാം. എൻ്റെ കയ്യിലുള്ള തെളിവുകൾ തന്നെ ഒരു തെളിവൂടെ ഞാൻ പറയാം. അത് വളരെ സുചിന്തിതമായിട്ടാണ് പറയുന്നത്, വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ ദേവാർച്ച പദ്ധതി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. നായന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥവാസ്വാമികളെ കൊണ്ട് അദ്ദേഹം എഴുതിപ്പിച്ചതാണ്. അത് ആചാര പദ്ധതി എന്നും മറ്റും ഇപ്പോൾ വരുന്നുണ്ട്. ഈ ദേവാർച്ച പദ്ധതി ഒരു വലിയ പദ്ധതിയായിട്ടുള്ള അദ്ദേഹം ശിഷ്യനോട് പറഞ്ഞു. ആ പുസ്തകം, അതായത് ഷോഡശ സംസ്കാരങ്ങൾ, ജനനം മുതൽ മരണം വരെയുള്ള, ജനിക്കുന്നതിന് മുമ്പ് ബീജസേകം മുതലുള്ള സംഗതി, ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങൾ, അതേപോലെ പ്രാർത്ഥനകൾ, ഗൃഹത്തിലെ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു സമഗ്ര കൽപ്പം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് അദ്ദേഹം ചെയ്തു, വളരെ കഷ്ടപ്പെട്ട് സ്വാമി ചെയ്തപ്പോൾ അതിനകത്ത് ഇത് ചെയ്തിട്ട് സമർപ്പിച്ചു അന്നത്തെ നായന്മാർക്ക്. ആ നായരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് ഇതുണ്ട്. അന്നത്തെ ഒരു പ്രധാന കക്ഷി TM നായർ എന്ന് പറയുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ പിതാവായിരുന്ന TM നായരായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിമ MK സ്റ്റാലിനും കരുണാനിധിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാം. ഇവരെല്ലാം കൂടെ ചേർന്ന് മാനത്തൊരു യോഗം തീരുമാനിച്ചു. സ്വാമി, ഇതിനകത്ത് ഈ ഗായത്രിയും നിങ്ങൾ ഇന്ന് ചൊല്ലിയ ഈ സമഞ്ജ സൂത്രവും ഇതല്ല, സംവാദ സൂത്രവും ഒക്കെ ഉണ്ട്, ഇതെല്ലാം കളയണം. ഇതൊക്കെ ബ്രാഹ്മണിക്കലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര ക്രൂരമായിരുന്നു. ഇതൊക്കെ കളയണം. എന്നിട്ട് പറ്റുമെങ്കിൽ തമിഴ് പാടലുകൾ എടുക്കണം, നമ്മുടേതായ കർത്തനങ്ങൾ എടുക്കണം. അപ്പോൾ നീലകണ്ഠസ്വാമി ക്രൂരമാണല്ലോ ഈ പറയുന്നത്. ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം ആ പുസ്തകം കുറച്ച് സ്വാമി കത്തിച്ച് കളഞ്ഞു. ബാക്കിയെടുത്ത് പിന്നീട് മന്നത്തൂനാഥൻ വാഴൂർ സ്വാമിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് കാണുന്ന ഈ പുസ്തകമാക്കിയിരിക്കുന്നത്. ഇത്തരം അട്ടിമറികൾ ഭഗവാന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. ഭഗവാൻ ഇതിനൊക്കെ അപ്പുറത്താണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ എഴുതപ്പെട്ടതും നമുക്കിന്ന് കാണുന്നതുമായ പുസ്തകങ്ങൾക്കൊക്കെ അപ്പുറത്തായിരുന്നു അവിടുത്തെ ജീവിതം. ആ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധമായ സിദ്ധ ഗുരുത്വത്തിൻ്റെ നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷനാണ്. ഇനി ഇതിൽ കൂടുതൽ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകാൻ പറ്റുമെന്ന് എനിക്കറിയുന്നു. ഓരോ മേഖലയിലും, അതിവിടെ കലയിൽ ഓരോയിടത്തും അത് പ്രവർത്തിച്ചു. അതിനെ ഈ പറഞ്ഞതുപോലെ വളരെ കൂപ്പുകളോടെ പുറകെ നടന്ന് അനുശീലിച്ച് അതിനെ തിരിച്ചാനയിക്കുക, നമ്മുടെ ഓരോ ജീവിതത്തിലും പ്രതിഷ്ഠിക്കുക, അതിലൂടെ സമ്പന്നമാകുക, അങ്ങനെ സനാതനധർമ്മത്തെ തൃപ്തമാക്കുക, അല്ലെ പുഷ്ടമാക്കുക എന്നൊക്കെയുള്ള കർമ്മങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനായി കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സദസ്സിനെ ഈശ്വരൻ വലിയ തോതിൽ വളർത്തട്ടെ. ഇവിടുന്ന് ഒരുപാട് മനുഷ്യരെ ഉണ്ടായി. മുമ്പേ പറഞ്ഞതുപോലെ ഈശ്വരന് വേണ്ടി വേല ചെയ്യാൻ വലിയ ഭീമന്മാരായ മല്ലന്മാരായ പണിക്കാരുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭാഷണത്തിനായി ശ്രീ PS പ്രദീപിനെ ക്ഷണിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ.
ആചാര്യൻ വിദ്യാധിരാജ വിദ്യാ ഗുരുകുലത്തിൻ്റെ ആചാര്യനായിട്ടുള്ള ശ്രീ ജയൻ പായിപ്ര, ആചാര്യപത്നിയും ഗുരുകുലത്തിൻ്റെ അമ്മയുമായ കൃഷ്ണപ്രിയ, പ്രഭാഷണത്തിലൂടെ നമ്മളെ ത്രസിപ്പിച്ച അമൃതരാജ്, ഗുരുകുലത്തിൻ്റെ സെക്രട്ടറി രമ, സാധക ശ്രേഷ്ഠന്മാരെ, ശ്രീ ഗുരുകുലം തുടങ്ങിയിട്ട് എത്ര വർഷമായി? 30 കൊല്ലമായിട്ട് എനിക്ക് കണക്കൊക്കെ തെറ്റിപ്പോകണു. കാര്യം തുടങ്ങുമ്പോൾ മുതൽ ഇതുമായിട്ട് ഈ ഒരു ജയനും കൃഷ്ണപ്രിയായിട്ടുള്ള അടുപ്പം കൊണ്ടും അവര് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നല്ല കാര്യമാണ് എന്നെനിക്കറിയാം. അതിനൊക്കെ സർവാത്മന കൃഷ്ണ പറഞ്ഞ പോലെ നമ്മുടെ പലരുടെയും എല്ലാവിധത്തിലുള്ള സപ്പോർട്ടുകളും നമ്മൾ കൊടുക്കും. ഇനിയുമായാലും അതുണ്ടാവും. വളരെ ശ്രേഷ്ഠമായ കാലഘട്ടത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് ശ്രീ വിദ്യാധിരാജ ഗുരുകുലം ചെയ്യുന്നത്. ചട്ടമ്പി സ്വാമിയുടെ ജീവിതത്തെക്കുറിച്ചും കൃതികളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഞാൻ മുതിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യവും എൻ്റെ ഉദ്ഘാടന സമയത്തും അവസാനത്തെ ഇതിലും വേറൊരു കാര്യം 3 പ്രാവശ്യം ഇപ്പം ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഇടയുണ്ടായി. ഇനിയും ഇനി എന്താ സംസാരിക്കുക? ശുഷ്കമായ ഒരു സദസ്സല്ല, വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ്. എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സദസ്സല്ല. കാര്യം നിങ്ങളൊക്കെ കാര്യമാത്ര ഗൗരവമായിട്ട് സബ്ജക്റ്റ് പഠിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം അല്ലേ? ഒന്ന് ദീർഘശ്വാസം എടുക്കുക, അങ്ങോട്ട് ഇരിക്കുക. കാര്യം കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ഇടാപിങ്ങള നാടി കൂടെയുള്ള ഈ പ്രവാഹമൊക്കെ ഒന്ന് തടസ്സപ്പെടുമെന്നാണ് യോഗയിൽ. അതൊന്ന് ഉയർത്തി കഴിയുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ പറയുമ്പോഴേ നമ്മുടെ മേധസ്സിലേക്കൊക്കെ കയറുകയുള്ളൂ. ജയനും കൃഷ്ണയൊക്കെ ശിവശക്തിയായുക്തോ ഇതി പ്രബോധി എന്ന് പറയുന്ന ഭാവത്തില് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് ഭാര്യയും ഭർത്താവും കൂടെ ഒരേ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അത് വലിയൊരു സംഭവമാണ്. ഭർത്താവ് ഗുരുവായിട്ടിരിക്കുക. ഞാൻ അഗസ്ത്യമായി മാത്രമേ കണ്ടിട്ടുള്ളൂ, ലോപാമുദ്രയ്ക്ക് ദീക്ഷ കൊടുത്താണ്. അപ്പൊ അതിന്റെ വല്ല ഈ പ്രഭാവമായിരിക്കാൻ ഇവരൊക്കെ എന്ന് ഞാൻ സംശയിക്കുന്നു. കുറെ നാളൊക്കെ വിചാരിച്ചത് കുറച്ച് കഴിയുമ്പോൾ തെറ്റിപ്പോകുന്നൊക്കെ ഞാൻ വിചാരിച്ച് നിന്നിരുന്നു. പക്ഷേ വളരെ ഗംഭീരമായിട്ട് ഓരോ വർഷവും ശക്തമായിട്ടുള്ള ശിഷ്യപരമ്പരകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഗുരുക്കന്മാരെക്കാട്ടിൽ കേമരായിട്ടുള്ള പലരെയും ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ട്. അതാണ് വേണ്ടത്. അത് ഈ ആശ്ര പാരമ്പര്യത്തിന്റെ ഊർജ സ്രോതസ് ഇടയ്ക്ക് ഗുരുക്കന്മാരിൽ കൂടി ഇങ്ങനെ ഉണർന്നു വരും. അതിന്റെ പ്രഭാവം നമുക്കൊക്കെ കിട്ടും കുറച്ചൊക്കെ. അത് നശിക്കൊന്നുമില്ല, സത്യമാണ്. എത്ര രീതിയിലുള്ള നമ്മുടെ സ്ഥലം കയ്യേറിയാലും നമ്മുടെ സ്ത്രീജനങ്ങളെ തട്ടിക്കൊണ്ടുപോയാലും ഒന്നും ഇത് നശിക്കുമെന്ന് വിചാരിക്കണ്ട. അത്ര ശക്തമായ അടിവേരുകള് സഹസ്രാബ്ദങ്ങളല്ല യുഗങ്ങളായിട്ട് ഇവിടെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ പരമ്പരയിലെ അതിതേജസ്വിയായ ചട്ടമ്പി സ്വാമികള് അയ്യപ്പനായും കുഞ്ഞമ്പിള്ളയായും പിന്നീട് ചട്ടമ്പിയായും മോണിറ്റർ എന്നുള്ള അർത്ഥമേ ഉള്ളൂ വന്നിട്ട് സെക്രട്ടേറിയറ്റിൽ കല്ല് ചുമന്ന ആളാണ്. നമ്മുടെ ഇപ്പോഴത്തെ നിയമസഭയ്ക്ക് അവിടെ ജോലി കിട്ടിയ ആളാണ് ക്ലർക്കായിട്ട്. അതിൽ നിന്നൊന്നും നിൽക്കാൻ പറ്റാത്ത വ്യക്തിത്വം അങ്ങനെ വളർന്നു വലുത് പന്തലിച്ച് യോഗമുദ്രയെ കുറിച്ചുള്ള കാര്യങ്ങള് ചിന്മുദ്ര വിവേകാനന്ദനെ മനസ്സിലാക്കുകയും രാമകൃഷ്ണ പരമഹംസൻ കഴിഞ്ഞിട്ട്
ഒരാൾ അദ്ദേഹത്തിന്റെ ദേഹത്തിൽ കൂടി ഈ വിദ്യുത് പ്രവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചട്ടമ്പിസ്വാമിയാണ്, വിവേകാനന്ദനെയാണെന്ന് ഓർക്കണം. ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉള്ള ആളാണ്. പുസ്തകമൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ വായിക്കും. നമ്മുടെ കൂടെ ഒന്നും 10 പ്രാവശ്യമൊന്നും വായിക്കണ്ട. അങ്ങനെയുള്ള വിവേകാനന്ദനെ അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ശക്തിയെ ഒന്നുകൂടെ പരിപോഷിപ്പിച്ച് തന്റെ സ്പർശനം കൊണ്ട് ചിന്മുദ്രയുടെ അർത്ഥം പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് തൊട്ടിട്ട് അർത്ഥം ഇതാടാ എന്ന് പറയാൻ കഴിവുള്ള അതിശ്രേഷ്ഠനും അതിഗംഭീരനുമായ ഒരു യോഗി എന്തേ ഈ സമൂഹത്തിൽ ഇത്ര മാത്രമേ മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ? അല്ലെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിന് നിഷ്ഠാവാന്മാരായിട്ടും അതിൽ ജിജ്ഞാസയുള്ളവർക്കും മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശം, അല്ലെങ്കിൽ സുനിൽപേരിടം പറയുന്ന ഒരു വശമൊക്കെ കേൾക്കാനാണ് ഔത്സുക്യത കാണിക്കുക. നമുക്ക് ശ്രേഷ്ഠൻ ഗുണങ്ങളുണ്ടെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ അദ്ദേഹത്തിന്റെ മാർഗദർശകളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഗുണവാന്മാരായിട്ടുള്ള ആൾക്കാരെ സൃഷ്ടിക്കുന്ന വിദ്യാധിരാജ ഗുരുകുലത്തിന്റെ എത്ര അഭിനന്ദിച്ചാലും എനിക്ക് മതി വരില്ല. കാര്യം ഒറ്റ ലക്ഷ്യമാണ് സ്വാമിജി ചട്ടമ്പി സ്വാമികളുടെ ഇത്ര മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് വലിയൊരു കാര്യമാണ്. ഇവിടെ അമൃതരാജ് സൂചിപ്പിച്ച പോലെ ഗോമാംസത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞു. അത് എനിക്ക് തോന്നുന്ന കുറച്ച് ആധികാരികമായിട്ട് ഈ വിഷയം ഞാൻ നോക്കിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് മാംസാഹാരം പഥ്യമായിട്ടുള്ളത്? പഥ്യമാണ്. തന്ത്രശാസ്ത്രത്തിൽ അങ്ങനെ പഞ്ചമകാര പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാൻ എൻ്റെ ഗുരുനാഥനോട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥൻ മഹാസ്വാത്വികനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം മാംസത്തിൻ്റെ തൊട്ടെങ്കിൽ നക്കണം എന്നാണ്. എനിക്ക് വേണ്ട, അദ്ദേഹത്തിൻ്റെ വലിപ്പം നോക്കണം. എൻ്റെ ബ്രാഹ്മണ ശിഷ്യന് പാല് കൊടുക്കണം. കാര്യം നമുക്ക് നമ്മുടെ ഈ ഓരോ ശിഷ്യന്മാർക്ക് പോലും അവരവരുടെ സ്വാതന്ത്ര്യം ഏത് ഗുരുക്കന്മാരുടെ മുമ്പിലും താത്വികമായിട്ടുള്ള, കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല, തോന്നിവാസം കാണിക്കാനല്ല, ഉണ്ട് എന്നുള്ള അനുഭവം കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ശ്രീ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഒരു വലിയ റിസർച്ച് ചെയ്ത പുസ്തകം, അദ്ദേഹത്തിന്റെ ലളിതാ സഹസ്രനാമത്തിന്റെ വ്യാഖ്യാനം എനിക്ക് ആ ഒരു പുസ്തകം തരികയുണ്ട്. അതിനകത്ത് ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് മാംസം, രക്തമജ്ഞാമാംസ ഇല്ലേ, അങ്ങനെയൊക്കെ ഇല്ലേ, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത്. ഇതൊരു വലിയ ആശയക്കുഴപ്പമായിരുന്നു എനിക്ക്. അപ്പോഴും നമ്മൾ ഇപ്പോ ഈ മനുസ്മൃതിയിൽ ചണ്ടാളന്റെ ഈയം ഒഴിക്കണം എന്ന് പറയുന്നു. വേറൊരു പുസ്തകത്തില് മാംസം നിഷിദ്ധമല്ല എന്ന് പറയുന്നു. അത് ചട്ടമ്പി സ്വാമി വിഗ്രഹം തല്ലിയുടയ്ക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേ നമ്മൾ എന്തിലേക്കാണ് പോകേണ്ടത്? പ്രമാണം. എത്ര വിധം പ്രമാണങ്ങളുണ്ട് അറിയോ? പ്രമാണം എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. സമയമില്ലാത്തതുകൊണ്ട് അതിനകത്തൊട്ടും പോണില്ല. അപ്പം ആ സത്യത്തെ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഒരു ശാസ്ത്രം വ്യക്തമായിട്ട് ആ അനുമാനം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടേക്ക് പോകുമ്പോൾ വേദങ്ങൾ തെറ്റാറില്ല, അല്ലെ? മഹാവാക്യങ്ങൾ തെറ്റാറില്ല. വേദം ജിഹ്വയാണ്. എന്ത് ജിഹ്വ? വേദമാണോ ഉണ്ടായത്, മനുഷ്യനാണോ ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചിട്ട് വേദമതം എന്ന് പറഞ്ഞ് ശങ്കരാചാര്യരുടെ അഭിനവ ശങ്കരാചാര്യ, നമ്മുടെ കാഞ്ചി അല്ലല്ലോ, വേദമതം എഴുതിയേക്കുന്ന പരമാചാര്യൻ ചന്ദ്രശേഖര കണ്ണ് ഓപ്പറേറ്റ് ചെയ്യാൻ നേരത്തെ കണ്ണ് ഡോക്ടർ പറഞ്ഞു എനിക്ക് അനസ്തേഷ്യ ഒന്നും വേണ്ട, ഞാനൊരു 5 മിനിറ്റ് ഞാൻ ഇപ്പം സമാധിയിലേക്ക് പോകോളാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആളാണേ. അപ്പോൾ കണ്ണിങ്ങനെ ആക്കി സമാധിയായി. ഡോക്ടർ കൈ വിറച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു. അത് കഴിയുമ്പോൾ തട്ടിയേക്കണം എന്ന് പറഞ്ഞു. തട്ടി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. അങ്ങനെയുള്ള ആളാണ് ചന്ദ്രശേഖരൻ. അദ്ദേഹം വേദമതം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അതില് വേദങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വേദങ്ങള് ആണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിക്കുമ്പം
വേദം ജിഹ്വാ. അപ്പം ശബ്ദമാണ് ഉണ്ടാകുന്നത് എന്നുള്ള ധ്വനി, അത് കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ, ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ എന്തിലേക്കാണ്? പ്രമാണത്തിലേക്ക് പോകണം. ഒരിക്കലും മനുസ്മൃതിയിൽ അങ്ങനെ പറയില്ല. കാര്യം അന്ന് ഗാർഗിയെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരാളെ കുറിച്ച് പറഞ്ഞു. ഒരിക്കലും ഒരു മനുഷ്യനെ പോയിട്ട് മൃഗത്തെ പോലും മാറ്റിവെക്കാത്ത ഒരു സംസ്കാരത്തിന് ഏതെങ്കിലും ജാതിയുടെ ചെവിയിൽ ഒഴിക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ രാഷ്ട്രീയ താല്പര്യമാണെന്ന് ഞാൻ പറയും. ഒരു സംശയവും വേണ്ട, അങ്ങനെ പറയില്ല. നമ്മുടെ പൂർവികർ, നമ്മുടെ ആചാര്യന്മാർ പറയില്ല. കാരണം അവർക്കൊന്നും നേടാനില്ല, അവരുടെ പേര് പോലും ഒന്നും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെയുള്ളവരെ എന്തിനാ ഏതെങ്കിലും ഒരു ജാതിയെയോ മതത്തെയോ ദ്വേഷിക്കാൻ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. അത് ഈ ഭൂഖണ്ഡത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കാണുന്നുള്ളൂ. കൂടുതലും കുറെ മിസ്റ്റേക്സ് ഉണ്ട്, ബാക്കി പല സ്ഥലത്തും ഉണ്ട്. ഒരു പരിധി വരെ ക്രൈസ്റ്റ് പോലും ഇവിടെ വന്നിട്ട് പഠിച്ചതാണെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഉപനിഷത്ത് ട്രൂത്ത്സാണ്. കുറച്ച് ആവരണം വെച്ചിട്ടാണ് പറഞ്ഞതേ ഉള്ളൂ. നിന്നെ പോലെ നിന്റെ അയൽക്കാരെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും ഇഫ് യു ആർ നോട്ട് ദാറ്റ്? നമ്മൾ തന്നെയാണെങ്കിലല്ലേ എനിക്ക് എന്നെ പോലെ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ ഇത് വേണം, ഞാനാണെന്നുള്ള ബോധം വേണ്ടേ? അത് അദ്ദേഹം പറഞ്ഞെങ്ങനെ അല്ലെ? അവിടെ അദ്ദേഹത്തിന് പരമ്പര ഉണ്ടാവാം. അഗസ്ത്യൻ ഒരു ഗുരുവാണെന്ന് പറയുന്നു. 3 wise men from east came എന്നൊക്കെ പറയുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ അനുഭവ സമ്പത്ത് നമ്മുടെ കയ്യിലിരിക്കുക. ഈ അനുഭവ സമ്പത്തിനെ ചാനലൈസ് ചെയ്യുകയാണ് ഗുരുപരമ്പര ചെയ്യുക. ഈ ചാനലൈസ് ചെയ്യുമ്പോൾ ജിജ്ഞാസ എന്ന് പറയുന്ന ഒരു സാധനമില്ലാത്തവർക്ക് നിരന്തരമായ ജിജ്ഞാസ, എന്തായത് ഈ ലോകം അനന്തം അജ്ഞാതം അവർണ്ണനീയം, യൂട്യൂബിലും വാട്സാപ്പിലും ദ്വേഷങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ വരുന്ന ഈ കാലത്തില് നിന്റെ ഉള്ളിൽ ജിജ്ഞാസ വരണമെങ്കിൽ എന്താണ്, എത്ര നാളത്തേക്കാണ്, ഇത് എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്? ആ സമയം, വളരെ ചുരുങ്ങിയ സമയം എനിക്ക് തന്നേക്കുന്നത് am I utilizing it എന്നൊക്കെയുള്ള ജിജ്ഞാസ. ആ ജിജ്ഞാസ ഉള്ളവർക്ക് മാത്രമേ വേദങ്ങൾ പഠിക്കാനുള്ള യോഗ്യതയുള്ളൂ. അതാണ് യോഗ്യത. ജാതി മതം ഒന്നുമല്ല, വ്യക്തമായിട്ട് ഇതിൽ പറയുന്നു. പക്ഷേ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുന്ന നമ്മുടെ പാരമ്പര്യമുള്ള അവരെ അസൂയോടുകൂടെ മാത്രമേ മോഹൻലാലല്ലേ അല്ല സുരേഷ് ഗോപിയാന്ന് തോന്നുന്നു. എനിക്ക് അടുത്ത പ്രാവശ്യം താന്ത്രിക കുടുംബത്തിലും കാണാൻ ജനിക്കണം എന്ന് തോന്നുന്നു അല്ലേ? അസൂയ തോന്നും. ആ ഭഗവാന്റെ ഉള്ള അവർക്ക് ആ അടുപ്പൊക്കെ തോന്നും. അങ്ങനെ കൊതിച്ചു പറഞ്ഞതാണ് സുരേഷ് ഗോപി. അവരുടെ ജീവിതചര്യ നോക്കൂ നിങ്ങൾ. ഇവിടെ ബ്രാഹ്മണന്മാരൊക്കെ ഉണ്ടാവും അല്ലേ? അതിനെ നമ്മൾ ബഹുമാനിക്കണ്ടേ? എന്തുകൊണ്ട് ബഹുമാനിക്കാൻ? നമ്മൾ അത്രമാത്രം ചെറിയ ആൾക്കാരാണ്. ആ സമൂഹത്തിനെയോ അവരുടെ ഇതൊന്നും അല്ല ബഹുമാനിക്കാൻ പറയുന്നത്. അവരുടെ ജീവിതചര്യ, പാരമ്പര്യമായിട്ട് അവര് ഭഗവാനോടുള്ള സമർപ്പണം, പേടിയൊക്കെ ഉള്ള ആൾക്കാരാണ്. എനിക്ക് സത്യം ഞാൻ അവരോട് ഭയങ്കര ബഹുമാനം തോന്നാം. വേദങ്ങൾ ചെയ്യാമെന്ന് ഇഷ്ടം. കാരിയേഴ്സ് എന്ന് ഞാൻ പറയും, എയ്ഡ്സ് പോലെയാണ്. ചിലപ്പോൾ അവരെ അനലൈസ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല നമ്മളെ പോലെ. കാര്യം നമുക്കതിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ അത് സ്ഥിരമായി ജന്മനാ കിട്ടിയിട്ടുള്ളതായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. ഇതിനകത്ത് അപ്പുറത്ത് ഇനിയുണ്ടോ ഇപ്പുറത്തുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അവർക്ക് അങ്ങനെയില്ല. അവരച്ഛനും അമ്മയും പറയുന്ന കേട്ടങ്ങ് ജീവിക്കുകയാണ്. ധന്യമായ ജീവിതമാണ്. അതിനെയാണ് ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞ് ഉടച്ചു വാർക്കാൻ ശ്രമിക്കുന്നത്. തെറ്റാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അവർ വേണം, താഴെയുള്ള ആൾക്കാരും വേണം, അവരെ ഉയർത്തണം. ഇതൊരു ദ്വന്ദ്ഭാവേ എന്ന് ചിദാനന്ദപുരി പറഞ്ഞപ്പോഴാണ് അസുരഭാവവും ദൈവഭാവവും ഒരേപോലെ ഉള്ള ഒരു സമൂഹമാണ് നമ്മുടെ, അല്ലേ? ജീവജാലങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന എല്ലാത്തിലും, ഈ ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും പോലും സ്പന്ദനങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഏകത്വം, ഒരു മനസ്സ്, ആ മനസ്സ് ഉൾക്കൊണ്ട ആളാണ് ചട്ടമ്പിസ്വാമി. അതുകൊണ്ട് കുമ്പളങ്ങയോട് താഴോട്ട് വരാൻ പറഞ്ഞാൽ കുമ്പളങ്ങ താഴോട്ട് വരും.
സായിബാബയെ പോലെ മിറാക്കിൾസ് കാണിച്ചു കഴിഞ്ഞാൽ നേരിട്ട് കണ്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അത് സംഭവ്യമാണ്. അദ്ദേഹം പറഞ്ഞ എൻ്റെ വിസിറ്റിംഗ് കാർഡാണിത്. നിങ്ങൾ ദൈവമാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഐ ആം ഗോഡ്, യു ഡോണ്ട് നോ ദറ്റ് യു ആർ ഗോഡ്. ഇതാണ് നമ്മുടെ ഫിലോസഫി. അത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. പല പല ദൈവങ്ങളും, ആയിരക്കണക്കിന് ദൈവങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്താണ് ഏകദൈവം വരെ? അതിന് നമ്മുടെ വേദാന്തത്തിന്റെ അത്രയും കൃത്യമായിട്ട് ഏകദൈവത്തെ കുറിച്ച് പറയുന്നത് വേറെ എവിടെയുണ്ട്? ഏകം സത്വിപ്രാ ബഹുധാ വദന്തി. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു ഇപ്പൊ വത്സല, എൻ്റെ സിസ്റ്റർ അവിടെ, വത്സല വീട്ടിലേക്ക് വരുമ്പോ ഇത് കണ്ടതാണ്. നല്ലൊരു ഉദാഹരണമാണ്. സൗവർണ്ണിയാവുന്നൊരു മോളും മകളായിട്ട് കാണും, ഞാൻ എൻ്റെ ചേച്ചിയായിട്ട് കാണും, വേറെ ഒരു ആള് ഭാര്യയായിട്ട് കാണും. ആളൊന്നല്ലേ അല്ലേ? നമ്മുടെ എല്ലാ അനുഭവമല്ലേ? അപ്പൊ ദേഹം സത്വിപ്രാ ബഹുധാ വദന്തി. നമ്മൾ എങ്ങനെയാണോ ഈശ്വരനെ കാണുന്നത്, ചിലർ ഇത് നശിച്ചു പോകാനുള്ള ഒരു ആളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കാണും. അപ്പം അതായത് ചാർവാകന്മാര് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, ഇതാര് ദൈവം അങ്ങനെയും പറയാം. കാരണം യാതൊരു വിധത്തിലുള്ള റിഫ്ലക്ഷൻസ് മാത്രമേ ഉള്ളൂ. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഹാപ്പി ആയിട്ട് എല്ലാം ഉണ്ടാക്കിയിട്ട്. അപ്പം എല്ലാവരിലും ഒന്ന് തത്വം എന്ന് പറയുന്നതിനകത്ത് രണ്ടില്ല, ഒന്നേ ഉള്ളൂ. പക്ഷെ അതിനെ വിവിധ ഭാവത്തിൽ സുബ്രഹ്മണ്യനായിട്ട് കാണുന്ന ഒരു എനർജിയാണ്, ഇലക്ട്രിസിറ്റി ഫാനായിട്ട് വരുമ്പോൾ ഒരു എനർജിയാണ്, മൈക്കിൽ കൂടെ സൗണ്ടായിട്ട് വരുമ്പോൾ ഒരു എനർജിയാണ്. ഇതിനെ മനസ്സിലാക്കാനായിട്ട് ഇത്ര പാടെന്താ? വൈ യു കനോട്ട് ഗീവ് എ റിപ്ലൈ ടു ഓൾ ദിസ്? സിംപ്ലി ജസ്റ്റ് ഒന്ന് വെറുതെ അറിയാമെങ്കിൽ മിണ്ടാണ്ടി സുനിൽ എഴുതണം എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. കുറെ ഗോസ്കിയെയും മാസ്കിയെയും ഒക്കെ കോട്ട് ചെയ്തിട്ട് കുറെ വിഡിതം പുലമ്പി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ മിണ്ടാണ്ടിരിക്കുന്നു. ഇവരെന്താ എന്തോ പുലമ്പുന്നു എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാരേ ഉള്ളൂ. അതിലൊക്കെ എത്രയോ പാണ്ഡിത്യമുള്ള ആൾക്കാർ ഇവിടെ വെറുതെ ഇരിക്കുന്നു. ചുമ്മാ ഇന്ന് പാറപ്പുറത്തിരിക്കുന്ന കോണം കൊടുത്ത് ജപിക്കുന്ന ആൾക്കാർക്ക് അതിലൊക്കെ എത്രയോ വലിയ ആയിരക്കണക്കിന് ഡോക്ടറേറ്റ് എടുക്കാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോഴാണ് ഇവന്റെ ചപ്പലാട്ടം കാണിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു, അത്രേ ഉള്ളൂ. വി ഡോണ്ട് കെയർ. അപ്പോൾ സാധകന്മാര് ഇങ്ങനെയുള്ള ഒരു ആംഗിളിൽ കൂടെ ഞാൻ നിങ്ങളെ അഡ്വൈസ് ചെയ്യാനൊന്നും അല്ല, ജസ്റ്റ് ഷെയറിങ് മൈ തോട്ട്സ്, ദാറ്റ്സ് ഓൾ. അത് കുറച്ചുകൂടി നമ്മുടെ ഇങ്ങനെയുള്ള ഒരു സമന്വയ ഭാവം അമൃതരാജും പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ സാധന ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വെജിറ്റേറിയൻ ആയിരിക്കണം. എനിക്കത് പറയാൻ യാതൊരു പ്രശ്നവും. അതായത് മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കിയേക്കുന്നത് ഇൻഡസ്റ്റൈൻ എങ്ങനെയാ? ലോങ് ഇൻഡസ്റ്റൈൻ. ഇറ്റ്സ് നോട്ട് കോമ്പലിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ നമുക്ക്, ഇല്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈവൻ വെജിറ്റേറിയൻ പോലും കുറച്ച് അതിൻ്റെ ആ ഇതിലേക്ക് അദ്ദേഹം പറഞ്ഞ പോലെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ആ ഒരു ഉപേക്ഷിച്ചു പോകുന്ന ഒരു ശൈലിയിലേക്ക് വന്നേകം ഒരു പ്രാവശ്യത്തെ ഭക്ഷണമായി. എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, ഞാനിത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എനിക്ക് എന്തെങ്കിലും കണ്ട് ലഡു കണ്ടെങ്കിൽ ഞാൻ അടുത്ത് വയ്ക്കും. പക്ഷേ സാധകന്മാര് ഈ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി ആ ചര്യകൾ കൃത്യമായിട്ട് ഭക്ഷണം ആണ് മരുന്ന്, അല്ലെങ്കിൽ മരുന്ന് ഭക്ഷണമാക്കേണ്ടി വരുമെന്ന് ഡോക്ടർ ഹെഡ്ഗഡെയൊക്കെ പറയുന്ന പോലെ ഭക്ഷണത്തിൽ കൂടി നിങ്ങളുടെ കെമിസ്ട്രി മാറ്റാൻ സാധിക്കും. നിങ്ങൾ വലിയ ജിജ്ഞാസയുണ്ടെങ്കിൽ പോലും ഇഫ് യു ഡോണ്ട് ടേക്ക് പ്രോപ്പർ ഫുഡ് ആൻഡ് ഡു പ്രാണായാമം അല്ലെങ്കിൽ സാധന ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ വളരെ ചപലമായിട്ടുള്ള മനസ്സാണ് അതിനെ ഏകാഗ്രമാക്കാൻ സാധിക്കില്ല. അല്ലെ നിങ്ങൾ നോക്കൂ, ശക്തമായിട്ട് കുറേ സാധനവും ചിക്കനും ഒക്കെ അടിച്ചിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നിങ്ങളുടെ വയറിന് പ്രശ്നം ഉണ്ടാവും. അസത്യമായിട്ടുള്ള ഫുഡ് കഴിക്കും. ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് ആണ്. സാധകന്മാർക്ക് കേട്ടോ, ബാക്കിയുള്ളവർക്ക് വലിയ മസിൽ പിടിച്ച് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ കഴിച്ചോട്ടെ, അത് വേറെ നമ്മൾ നടണ്ട. സാധകന്മാരെ സംബന്ധിച്ചോളം സാത്വികമായിട്ടുള്ളതും കുറച്ച് പ്രവർത്തനശേഷി വേണമെങ്കിൽ രജസികമായിട്ടുള്ളതും ഉറക്കം കൂടുതൽ കിട്ടണമെങ്കിൽ താമസികമായിട്ടുള്ള ഫുഡും കഴിക്കാം. അല്ലേ? ഉറങ്ങിക്കോളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതാ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം.
ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ശ്രീ വിദ്യാധിരാജ ഗുരുകുലം നമ്മുടെ ചട്ടമ്പിസ്വാമിയുടെ മനസ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളം മുഴുവൻ വ്യാപിപ്പിക്കേണ്ടതും അതിൻ്റെ പ്രവർത്തനശേഷിയുള്ള നിങ്ങളത് ഓരോരുത്തരും ആ ദൗത്യമായിട്ട് എടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലും പ്രാർത്ഥനയിലും എൻ്റെ വാക്കുകൾ എറണാകുളത്തപ്പൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നമസ്കാരം. നന്ദി പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ. നമ്മളുടെ ഈ ചെറുതായിട്ടുള്ളത് എന്നാൽ ചെറുതല്ലാത്തതുമായിട്ടുള്ള ഈ സദസ്സിൽ നമ്മുടെ ആചാര്യന്മാരായി വന്ന് സംസാരിച്ചവർ എല്ലാവരും സാധകന്മാരാണ്. ശ്രീ അമൃതരാജ് ദ്വിതീയ പദവിയിൽ എത്തിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ ഗുരുകുലത്തിൻ്റെ ഒരു സമ്പ്രദായം, നമ്മൾ ആദ്യത്തെ ക്ലാസ് ബുദ്ധിയെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ്. ബുദ്ധി നമ്മൾ കൊടിക്ക്, പുസ്തകത്തിന്, വ്യക്തിക്ക്, സമ്പ്രദായങ്ങൾ എല്ലാം ഇങ്ങനെ നമ്മൾ ഒരു കണ്ടീഷൻഡായിട്ട് അല്ലെങ്കിൽ ബുദ്ധിയെ എവിടെയെങ്കിലും നമ്മൾ അടിമയാക്കാത്ത ആളുകൾ ലോകത്ത് വിരളമായിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാം കേൾക്കുമ്പോൾ ബുദ്ധി സ്വതന്ത്രമായിട്ടിരുന്ന് ആലോചിച്ച് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെ ഉൾക്കൊള്ളണം. അനുഷ്ഠാനങ്ങളൊക്കെ നമ്മളൊരു ചെറിയ കണ്ടീഷനിങ് ഉണ്ടെങ്കിൽ പോലും ബുദ്ധിയുടെ തലത്തിൽ നമ്മളെപ്പോഴും സ്വതന്ത്രമായിരിക്കണം. ഇപ്പോൾ ചട്ടമ്പിസ്വാമി ക്രിസ്തു മതഛേദനം കഴിഞ്ഞ ദിവസം ഞാനൊരു പാതിരി പറയണ കേട്ടു. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ അപരാധമാണ് ഈ ക്രിസ്ത്യാനിക്കെതിരെ പുസ്തകം എഴുതി. അപ്പം നമുക്ക് അങ്ങനെ പുസ്തകമേ കണ്ടിട്ട് പോലുമില്ല, വായിച്ചിട്ടില്ല. കാരണം അത് വായിക്കണമെങ്കിൽ ഒരു നല്ല ആംബിയർ വേണം. ക്രിസ്തുമതഛേദനം എടുത്ത് വായിക്കണമെങ്കിൽ നല്ല ഭാഷാശക്തി വേണം. ഇപ്പം നിരൂപണ സാഹിത്യം നന്നായിട്ട് പഠിച്ച ആളാണ് അമൃത്ജി. മലയാള സാഹിത്യത്തിൽ ഇത്ര ഉജ്ജ്വലമായ ഒരു നിരൂപണ ഗ്രന്ഥം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. മലയാള സാഹിത്യത്തിൽ വേണമെങ്കിൽ നിരൂപണ സാഹിത്യം ഇത്രയധികം ചർച്ച ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരാൾ ചട്ടമ്പിസ്വാമിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ശരിക്കും നിങ്ങൾ ക്രിസ്തുമതഛേദനം ഒരു മതത്തിൻ്റെ കൺസെപ്റ്റിലല്ലാതെ വായിച്ചാൽ ബൈബിളെന്ന് പറയുന്ന ഗ്രന്ഥത്തെ ബൈബിള് വെച്ച് തന്നെ അതിനെ നിരൂപണം ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഒരു പുസ്തകത്തെ പഠിക്കണമെന്ന് നമ്മൾ പഠിക്കാൻ ക്രിസ്തുമതഛേദനം ഒരു ടൂളായിട്ട് ഉപയോഗിക്കണം. ശരിക്കും ചട്ടമ്പിസ്വാമി ആ ചെയ്ത മാധ്യമം നമുക്ക് ഉപനിഷത്തിനെ പഠിക്കാനും ഉപയോഗിക്കാം, രാമായണത്തെ പഠിക്കാനും ഉപയോഗിക്കാം. ഇപ്പോൾ പ്രദീപ്ജി പറഞ്ഞില്ലേ, മനു എഴുതിയ പുസ്തകത്തിൽ മനു ശ്രീവിദ്യാ പ്രവർത്തകനാണ്. 13 പേരിൽ 13 ഈശ്വരനിൽ നിന്ന് ശ്രീവിദ്യ സമ്പ്രദായം പ്രചരിക്കുന്നത് ഈ 13 പേരിലൂടെയാണ്. അതിലൊരാളാണ് സുബ്രഹ്മണ്യസ്വാമി, അതിലൊരാളാണ് മനു. മനു ഒരിക്കലും ഒരു സ്ത്രീ എന്ന് പറയും ശ്രീവിദ്യാ മന്ത്രം ആദ്യമേ ബാലൻ ഉപദേശിക്കുമ്പോൾ തന്നെ സ്ത്രീകളെ നിന്ദിക്കുന്ന വഴി, സ്ത്രീ നിന്ദ അരുതാത്ത ഒരു വിദ്യാസമ്പ്രദായത്തിൻ്റെ പരമഗുരുവായിരിക്കുന്ന മനു സ്ത്രീയെ നിന്ദിച്ചു എന്ന് ശ്ലോകം എഴുതിയെന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അപ്പം മനു ഒരിക്കലും ഒരു ശ്രീവിദ്യാ പ്രവർത്തകൻ തൻ്റെ ആലോചനയിൽ പോലും വരാത്ത ഒരു വിഷയം എഴുതി എന്ന് പഠിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതിൻ്റെ പുതിയൊരു വക്താവാണ്, അത്തരം പ്രചരിപ്പിക്കുന്നതിൻ്റെ പുതിയ വക്താവാണ് ഇവിടെ പറഞ്ഞ നമ്മൾ കാലടി ചെക്കുവരൊക്കെ അത്തരം ആളുകൾ നമ്മൾ പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ പരാമർശിക്കാനല്ല.
നമ്മൾ ശരിക്കും ചട്ടമ്പിസ്വാമി ചെയ്തത് യാതൊന്നിനു വേണ്ടി ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പരാമർശിച്ചു ശ്രീചക്ര പൂജാകൽപ്പം. എനിക്ക് തോന്നിയത് ചട്ടമ്പിസ്വാമി ഇപ്പം അമൃതരാജ് പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ശ്രീവിദ്യ ദീക്ഷ അദ്ദേഹം ഗൃഹസ്ഥ ശിഷ്യന്മാർക്കാണ് അധികം കൊടുത്തേക്കുന്നത്. സന്യാസമായി തീർന്ന ശിഷ്യന്മാർക്കല്ല പറഞ്ഞത് കൊണ്ടിരിക്കുന്നത്. ശ്രീവിദ്യ പൂജാക്രമം സർവ്വജനങ്ങളെയും പഠിപ്പിക്കാൻ വേണ്ടി ആ പുസ്തകം എഴുതിയെന്നാണ് ഒരാൾ പരാമർശിച്ചതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അല്ല എന്ന് ഞാൻ പറയും. കാരണം നോളജ് സർവ്വജനങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നായിരുന്നു ചട്ടമ്പിസ്വാമിയുടെ ഒരു പ്രമേയം. അതായത് ജ്ഞാനം സർവ്വ ആളുകൾക്കും അവകാശപ്പെട്ടതാണ്. ശ്രീവിദ്യ വളരെ ഗുപ്തമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ്, നമുക്കറിയാം. അത് ഗുപ്തമായി കൊണ്ടുവന്ന് നടക്കുന്നവന് മോക്ഷവും അത് പ്രകടമാക്കുന്നവന് ഭ്രഷ്ടുമാണ് അതിൻ്റെ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നത്. അപ്പം അത്രയും ഗുപ്തമായിരിക്കുന്ന ആ വിദ്യ, അതിൻ്റെ പൂജാക്രമം കേരള ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ശ്രീചക്ര പൂജാവിധാനം പബ്ലിക്കാക്കിയത് ചട്ടമ്പിസ്വാമിയാണ്. അത് അദ്ദേഹം അങ്ങനെ ചെയ്തതിൻ്റെ ഒരു താല്പര്യം, ഇതങ്ങനെ ആരുടെയും കുത്തകയല്ല. ഈ വിദ്യ ആവശ്യമുള്ളവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനമായിട്ടാണ്. ശ്രീവിദ്യ പോലും ആളുകൾക്ക് പ്രാപ്തമാക്കാൻ കഴിയുന്നവർക്ക് ലഭിക്കണം, അതും അങ്ങനെ ഒളിച്ചു വെക്കേണ്ട വിദ്യ അല്ല എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു ചട്ടമ്പിസ്വാമി ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം വേറൊരു അപവാദമുണ്ട് ചട്ടമ്പിസ്വാമിയിൽ. അദ്ദേഹം അങ്ങനെ എഴുതി പുസ്തകമൊന്നും അങ്ങനെ സൂക്ഷിക്കണ ആളെന്നായിരുന്നില്ല. ഓരോ വീട്ടിൽ കിടന്നോ അങ്ങനെ മലന്ന് കിടന്ന് പെൻസിൽ കൊണ്ട് എഴുതും, എന്നിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് പോകും. പിന്നെ തോന്നിയവരൊക്കെ സമാഹരിച്ച് എഴുതിയതാണ് എന്ന്. അങ്ങനെയൊന്നുമല്ല. കൃത്യമായിട്ട് ഈ നിങ്ങൾ നോക്കുക, ക്രിസ്തുമതച്ഛേദനം എഴുതി അത് അച്ചടിപ്പിച്ച് അത് 2 പേരെ പഠിപ്പിച്ചു. അദ്ദേഹം മുഴുവനും എങ്ങനെയാണത് പരസ്യമായി പ്രസംഗിക്കേണ്ടതെന്ന് പ്രസംഗിപ്പിച്ച് പഠിപ്പിച്ചു. അദ്ദേഹം ആ പ്രസംഗം കേട്ടു, പല പ്രാവശ്യം പുതുക്കി ഒരു വർക്ക്ഷോപ്പ് നടത്തി അദ്ദേഹം. ഇത് മുഴുവൻ പഠിപ്പിച്ചിട്ട് 2 പേരെ തെക്കോട്ടും വടക്കോട്ടും അദ്ദേഹം അയച്ചു. എന്നിട്ടിത് ഈ ഹൈന്ദവനെതിരെ പ്രസംഗിക്കുന്ന പാതിരി പ്രസംഗിച്ചാൽ അവിടെ തന്നെ കയറി ഏറ്റുമാനൂർ അമ്പലത്തിലൊക്കെ അവിടെ നിന്ന് ഇത് പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. ഞാൻ ക്രിസ്ത്യാനിക്കെതിരെ പറഞ്ഞു എന്നല്ല, അതിൻ്റെ പ്രയോഗം കൂടി നടത്തിയ ആളായിരുന്നു ചട്ടമ്പിസ്വാമി. ഇത് വെറുതെ എഴുതി ഒരു പുസ്തകം എഴുതി അവിടെ എവിടെ ഇട്ടിട്ട് പോയ ആളൊന്നും ആയിരുന്നില്ല. ഇത് നഷ്ടപ്പെടുത്തിയത് ചട്ടമ്പിസ്വാമിയെ നഷ്ടപ്പെടുത്തിയത് ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യ പരമ്പര തന്നെ. അദ്ദേഹത്തെ വേണ്ടും വണ്ണം ഉൾക്കൊള്ളുകയോ അദ്ദേഹത്തെ സ്വീകരിക്കുകയോ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ എഴുതി വയ്ക്കുകയോ അത് സ്വീകരിക്കുകയോ കൊണ്ടു നടക്കുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളത് വലിയ ഒരു മഹാപരാധം. അത് വീണ്ടെടുക്കാനാണ് നമ്മൾ കുറേ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പങ്കാളിയായി ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ചിട്ടുള്ള അമൃതരാജ് ഒരു ഉപചാരങ്ങളും വേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ പ്രത്യേകിച്ച് അവരുടെ സംഭാഷണത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി പറയുന്നതിനായി ശ്രീ വിദ്യാധിരാജ വിദ്യാഗുരുകുലം പൊതുകാര്യദർശി ശ്രീമതി പി രമേശ് ക്ഷണിക്കുന്നു. സാധക സംഗമം 2024 ഇവിടെ സമാരംഭിച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ ദീപോജ്വലനം നടത്തുകയും പ്രഭാഷണം നടത്തുകയും ചെയ്ത ശ്രീ അമൃതരാജ് ഉദ്ഘാടന പ്രഭാഷണം കൊണ്ട് നമ്മുടെ ഈ സദസ്സിനെ സമ്പന്നമാക്കിയ ഡോക്ടർ VS പ്രദീപ്ജി, നമ്മുടെ അധ്യക്ഷൻ നമ്മുടെ ഗുരുനാഥന്മായ ശ്രീ ജയൻ പാത്ര, മുഖ്യാധികാരി ശ്രീമതി കൃഷ്ണപ്രിയ ജയൻ എന്നിവർക്ക് ഗുരുപരമ്പരയുടെയും ഗുരുകുലത്തിൻ്റെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ ഗുരുകുലം ശ്രീ അമൃതരാജ് സാറിനും VS പ്രദീപ് സാറിനും ഉപഹാരം നൽകുകയാണ്.
शिवाय सचराचर परिपूर्ण शिवोऽहं शिवोऽहं सचराचर परिपूर्ण शिवोऽहं शिवोऽहं नित्यानन्द स्वरूप शिवोऽहं शिवोऽहं नित्यानन्द स्वरूप शिवोऽहं शिवोऽहं आनन्दोऽहं 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 आनन्दो शिवोऽहं 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 ॐ नमः शिवाय 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 नमः शिवाय शिवोऽहं 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 ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय शिवोऽहं 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 सचराचर परिपूर्ण